ദൈവമക്കളുടെ സഹകരണത്തിന് നന്ദി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി തിരുവഴുത്തിലേക്ക് കടന്നു വരാം. പുതിയ നിയമത്തിൻ്റെ 5 ഭാഗങ്ങളെപ്പറ്റി ശ്രദ്ധയോടെ ഇരിക്കണം ദൈവമക്കൾ. പുതിയ നിയമത്തിൻ്റെ 5 ഭാഗങ്ങളെപ്പറ്റി കഴിഞ്ഞ രാത്രി നാം ചിന്തിക്കുവാനിടയിൽ 1 സുവിശേഷമുണ്ട്, 2 സഭയുടെ ചരിത്രമുണ്ട്, 3 വലിയ ലേഖനമുണ്ട്, 4 ചെറിയ ലേഖനമുണ്ട്. പുതിയ നിയമത്തിലെ ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥമാണ് വിശുദ്ധ വെളിപ്പാട് പുസ്തകം. ഇതിൻ്റെ പ്രത്യേകത എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. പുതിയ നിയമത്തിൽ അപ്പോസ്തലനായ പൗലോസ് 14 ലേഖനങ്ങൾ എഴുതി. പക്ഷേ അവൻ സുവിശേഷം എഴുതിയിട്ടില്ല, പ്രവചനവും എഴുതിയിട്ടില്ല. അനുഗ്രഹീത എഴുത്തുകാരനാണ് ലൂക്കോസിൻ്റെ സുവിശേഷം എഴുതിയത്. അതിനുശേഷം സഭയുടെ ചരിത്രവും എഴുതിയത് ലൂക്കോസാണ്. പക്ഷേ യോഹന്നാൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, എല്ലാ മക്കളും ശ്രദ്ധയോടെ. അവൻ സുവിശേഷം എഴുതി. യോഹന്നാൻ തുടങ്ങുന്നത് ഇതാണ്: ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്, കാനാവിലെ കല്യാണ വീട് മുതൽ ലാസറിൻ്റെ കല്ലറ വരെ ജൈത്രയാത്ര നടത്തുന്ന കുഞ്ഞാടാകുന്ന ക്രിസ്തുവിനെ വരച്ചു കാട്ടുന്നു സുവിശേഷം. 2 അവൻ ലേഖനം എഴുതി. 1 യോഹന്നാൻ, 2 യോഹന്നാൻ, 3 യോഹന്നാൻ. ദൈവവചനത്തിൻ്റെ ഉപദേശം, അതിർവരമ്പ് കടന്നു പോകുന്നവൻ്റെ ന്യായവിധി, വരാനിരിക്കുന്ന കാന്തൻ്റെ നിത്യപ്രത്യക്ഷത, ഇതാ ലേഖനം. അത് കഴിഞ്ഞ് ഏക രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം അവൻ എഴുതി വെളിപ്പാട് പുസ്തകം. അതിൻ്റെ പ്രത്യേകത വരുംകാല സംഭവങ്ങൾ. ഇന്ന് രാത്രി യോവാൻ അപ്പോസ്തലനെ இந்த ചർച്ചക്കുള്ള നൈറ്റിക്ക് കൊണ്ടുവന്ന് അപ്പച്ചനിട്ട് കേട്ടിരിക്കണം: അപ്പാ, താങ്കൾക്ക് സുവിശേഷം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ഊഴിയക്കാര, താങ്കൾക്ക് ലേഖനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? അല്ലെങ്കിൽ ചോദിക്കണം, പ്രവചനം എഴുതുവാൻ എങ്ങനെ കൃപ ലഭിച്ചു? ഹരിയാന ഡെറാഡൂഡിൻ്റെ ബിരുദമാണോ? ബാംഗ്ലൂരിലെ ബെറിയൻ്റെ ബിരുദമാണോ? കണ്ണമൂല സെമിനാരിയുടെ ബിരുദമാണോ? വെള്ളറുടെ ആത്മീയ മന്ന ബൈബിൾ കോളേജിൻ്റെ ബിരുദമാണോ? കുഴിത്തറ യബനേസറിൻ്റെ ബിരുദമാണോ? അപ്പച്ചൻ പറയാ, അതൊന്നുമല്ല. അന്ത്യം വരെ കാൽവരുടെ കൊലക്കളത്തിൽ അവൻ്റെ മാറോട് ചേർന്നിരുന്നത് കൊണ്ട് എനിക്ക് സുവിശേഷം എഴുതുവാൻ കൃപ തന്നു, എനിക്ക് പ്രവചനം എഴുതുവാൻ കൃപ തന്നു, എനിക്ക് ലേഖനം എഴുതുവാൻ കൃപ തന്നു. ഇന്ന് രാത്രി സഹോദര സഹോദരി, ലോകക്കാർ മാറും, നാട്ടുകാർ മാറും, ബന്ധുക്കൾ മാറും, എന്നാൽ കാൽവറി ദർശനം കണ്ടവനെ തകർക്കുവാൻ ഒരന്ധകാര ശക്തിയും കഴിയത്തില്ല. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ഈ രാത്രി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. രാത്രി കേരളത്തിൽ വന്നാലും തമിഴ്നാട്ടിൽ വന്നാലും ആശീർവാദം അനുഗ്രഹമൊക്കെ നല്ലതാണ്. സ്തോത്രം. പക്ഷേ അന്ന് യോഹന്നാൻ എന്തുകൊണ്ട് ഈ യാത്ര? എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ ഒരു നിമിഷം. ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം AD 30 ഏപ്രിൽ മാസം കാൽവരിയുടെ കൊലക്കളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവൻ പരമയാഗമായി. അതിനുശേഷം ക്രൈസ്തവ ഗോളത്തിന് മുഴുവൻ പീഡാക്കാലം. എന്താ പ്രത്യേകത? കളിക്കാവളയിൽ പരസ്യയോഗത്തിൽ പ്രസംഗിക്കുന്ന ഒരു ഉപദേശിയെ കിട്ടിയാൽ റോമിൻ്റെ ഭരണാധികാരികൾ അവിടെ കൊണ്ടുപോകും. ബ്രിട്ടനിൽ ഭൂഗർഭ തിയേറ്ററുകൾ ആദ്യമായി, ഭൂമിക്കടിയിൽ തിയേറ്റർ വരുന്ന ബ്രിട്ടനിൽ, അതിൻ്റെ പേരാ കാറ്റക്കോംബോ കൊലോസിയോ. അതിൻ്റെ പ്രത്യേകത, ഇന്നത്തെ കണക്ക് നമ്മുടെ സൗണ്ട്സുകാർ നല്ല അരുമயான കുഞ്ഞുങ്ങൾ, ഒലി വെച്ചിരിക്കുന്ന നല്ല കുഞ്ഞുങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നത്തെ കിടക്ക് അവർ നല്ല ബൾബിടുന്നത് പോലെ. അന്ന് രാത്രി പാർട്ടി നടക്കുമ്പോൾ പകല് പരസ്യോഗത്തിൽ പിടിക്കുന്ന ഉപദേശിയെ കൊണ്ട് പകല് തൂണോട് കെട്ടിവെക്കുക. 6 മണിയാകുമ്പോൾ പാർട്ടിക്ക് സൈറൺ മുടങ്ങുമ്പോൾ ഉപദേശിയുടെ തലയിൽ ഒരു മൺചട്ടി വെക്കുക. മൺചട്ടിക്കകത്ത് കൽക്കരിയുടെ തുണ്ടുകൾ വിതറും. രാത്രിയിൽ വീണ്ടും പരിപാടി തുടങ്ങുമ്പോൾ മണ്ണെണ്ണ ഒഴിക്കും. പടപടാ തല ഇങ്ങനെ തീ കത്തും. ഉപദേശിക്ക് ഇറങ്ങി ഓടാൻ പറ്റത്തില്ല. മൺചട്ടിയിൽ നിന്ന് തീ താഴെ തലയിലേക്ക് വ്യാപരിക്കുമ്പോൾ ആരും അറിയാതെ തൂണോട് ചേർന്നുകൊണ്ട് ഉപദേശി ഒരു വാക്ക് പറയും: മാറാ നാഥ യേശുവേ വരണമേ. പെന്തിക്കോസുകാർ എല്ലാമേ എന്താ കാര്യമെന്ന് കേട്ടാട്ട് സ്തോത്രം. കൊല്ലങ്കോട് മഹോത്സവം നടത്തുന്ന എല്ലാ ഊഴിയക്കാരും ഇത് കേൾക്കണം. സ്തോത്രം. അതാ അന്നത്തെ സംഭവം. 2ാമത്തെ കാര്യം ഇന്ന് രാത്രി കേട്ടോണം. അന്നത്തെ കാലത്ത് വഴിവക്കിൽ ഒരു യോഗത്തിൽ പ്രസംഗിച്ച ഉപദേശം കിട്ടിയാൽ നല്ല റോഡ് ഇന്നിരിക്കുന്നത് ഊരമ്പ് പൂവാ റോഡ്, നല്ല അരുമയാണ് റോഡ്. അവിടെ ടാർപ്പാട്ട എടുക്കും. ടാർപ്പാട്ടയിൽ ഉപദേശിയുടെ തലയിളക്കുക. അതിനോട് ചേർന്നൊരു ആ ടാർപ്പാട്ടയ്ക്കകത്ത് ഒരു വൃത്തം വരച്ച് കട്ട് ചെയ്യും. ടാറ് ചൂടാക്കും. ഉപദേശിയ ടാർപ്പാട്ടയ്ക്കകത്ത് തലയകത്ത് കയറ്റും. പിന്നെ പുറത്തോട്ട് വരത്തില്ല. നേരെ കൊല്ലങ്കോട് ഉരുട്ടി അങ്ങോട്ട് വിടും. എവിടത്തേക്ക് പൂവാറിലോട്ട് ഈ ടാർപ്പാട്ട ഉരുളും. ഉപദേശിയുടെ തലയ്ക്കകത്തും വായ്ക്കകത്തും ടാറ് കയറും. പുറത്ത് വരത്തില്ല. കാൽകൾ പുറത്ത് റോഡിൽ കമ്മട്ടമടിക്കുമ്പോൾ ആരും അറിയാതെ ഒരു ശബ്ദം പാട്ടയ്ക്കകത്ത് മുടങ്ങും: മാറാ നാഥ യേശുവേ വരണമേ. സ്തോത്രം. അന്നത്തെ കാലത്ത് ബൈബിൾ എടുത്ത അരുമயான ദേവ മക്കൾക്ക് കിട്ടിയ ശിക്ഷകൾ ഇന്ന് നാൾക്കളിലെ ഊഴിയക്കാരും ഇത് മനസ്സിലാക്കണം. 3 വഴിവക്കിനകത്ത് ട്രാക്ട് കൊടുക്കുകയോ അല്ലെ വീട്ടിലുള്ള ജപത്തെ കൊടുക്കുകയോ. 5000 അന്ത നാൾക്കളിലെ പിടിച്ചാൽ നാം കാണുന്നല്ലോ, അയണിമൂട് നല്ല മരം നിൽക്കുന്നു, ഊരമ്പ് ചന്തയിലും അരുമயான മരം നിൽക്കുന്നത്. സൈന്യാധിപൻ എന്ത് ചെയ്യോ? മരത്തിൻ്റെ 2 ചില്ലകൾ അടുപ്പിക്കും വടം കൊണ്ട്. എന്നിട്ട് ഉപദേശിയുടെ കാല് 2 തല കീഴാക്ക്. ആ കാലുകൾ ചെറിയ ചില്ലയിൽ തൊടുത്തു വെക്കും. വടം കെട്ട്. കാല് മുറുകി കഴിയുമ്പോൾ ഉപദേശി ഒരു പരുവത്തെ ചാഞ്ഞു കിടക്കുമ്പോൾ വടമഴിച്ചു വിടുമ്പോൾ 2 ചില്ലകൾ പടപട കാറ്റത്ത് തെന്നി മാറുന്നത് പോലെ, വടമഴിച്ചു വിടുന്ന ശക്തിയിൽ മാറുമ്പോൾ, സഹോദരി മീൻ കീറുന്നത് പോലെ ഉപദേശി 2ആയി കീറുമ്പോൾ ഒരു ശബ്ദം അവിടെ
സ്വരം കേൾക്കും, മാറാ നാഥ യേശുവേ വരണമേ. റോമിൻ്റെ ക്രൂരമായ ശിക്ഷാവിധി. 4 ஊழியம் ചെയ്യുന്ന അരുമயான വേലക്കാർ, ഇങ്ങ செய்திகளை கேட்குന്ന அருமையான தம்பி தங்கச்சி, ഇതെല്ലാമേ ഉങ്ക ചെവിക്കുള്ള കേറണം. സ്വോത്രം. എന്താ വചനമെടുത്തവർക്ക് സ്വോത്രം. അതിൻ്റെ 4ാമത്തെ ഭാഗം, എവിടെയെങ്കിലും ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ഉപദേശിയെ കിട്ടിയാൽ റോമിൻ്റെ പടയാളികൾ വരും, കാവൽത്തുறை അധികാരികൾ വന്ന് കാര്യത്തെ ഗഗനമായി കേട്ട് പാർക്കതുപോലെ റോമിൻ്റെ ഭരണാധികാരികളുടെ സൈന്യാധിപന്മാർ വന്ന് ഉപദേശിയുടെ കൈകാലുകളിൽ വിലങ്ങണിയിക്കും. എങ്ക പോവത്? ജയിലുക്കുള്ള പോകത്. അവിടെ അദ്ദേഹത്തെ കിടക്കും, വായ്ക്കകത്ത് ഹോസ് എടുക്കും, നല്ല വെള്ളമേ പമ്പ് ചെയ്യും. അവൻ്റെ പള്ള വയറുയർക്ക് അബോധാവസ്ഥയിലാവും. പറയും കെട്ടിക്കോളാൻ പറയും. ദൂരെ നിന്നൊരു സൈന്യാധിപൻ ഒരു വെള്ളക്കുതിര ടക്ക് ടക്ക് അടിച്ചു വരുമ്പോൾ, ഉപദേശിയുടെ അടുത്ത് വരുമ്പോൾ ആ കുതിരയുടെ പാദം കുളമ്പുകൾ ഉപദേശിയുടെ നിറഞ്ഞു നിൽക്കുന്ന വയറിനകത്ത് ചവിട്ടുമ്പോൾ വയറ് പൊട്ടും, കുടൽമാല പുറത്തേക്ക് വരും. ദീർഘശ്വാസത്തിൽ ഒരു വാക്ക് പറയും, മാറാ നാഥ യേശുവേ വരണമേ. ഇന്ന് രാത്രി இந்த கன்வென்ஷன் கூட்டங்கட முடிவாவது இரவு இந்த வந்திருக்கிற தாயே தகர்ப்பரே தம்பி தங்கச்சி அருமையான தேவ பிள்ளைகளே, നമ്മുടെ കൈക്കുള്ളേ ബൈബിൾ വരുവാ. ആരുടെയൊക്കെയോ തലകൾ, ആരുടെയൊക്കെയോ കൈകാലുകൾ, ആരുടെയൊക്കെയോ ശരീരഭാഗങ്ങൾ വന്യമൃഗങ്ങൾ ചവിട്ടി തകർത്തത് കൊണ്ട് ഇന്ന് രാത്രി ജീവന്റെ വചനം നമ്മുടെ കരങ്ങളിൽ വന്നത്. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. ഹല്ലേലൂയ. എത്ര കഷ്ടമനുഭവിച്ചായി ബൈബിൾ വരുന്നത്. ആ കാലഘട്ടത്തിൽ യോഹന്നാൻ അപ്പോസ്തലന്റെ ന്യായവിധി കൊടുക്കുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞു, കൈകാലുകൾ ബന്ധിച്ച് കാരാഗ്രഹത്തിനകത്ത് കൊണ്ടുപോയി കഴുത്ത് മുതൽ അടിവയർ വരെ വാള് കൊണ്ട് കീറിയിട്ടവൻ മരിച്ചില്ല. ആ സമയത്ത് പടയാളി പറഞ്ഞ് അവനെ തുറന്നു വിട്ടേക്കാൻ. അവനെ എവിടെ കൊണ്ടുപോയി? എഫെസോസഭയിലേക്ക് കൊണ്ടുപോയി. തീർന്നില്ല. അതിനുശേഷം ആ പടയാളികൾ ചെന്ന് ഡൊമീഷ്യനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പൊന്ന് സാറ്, ഈ മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല, ഇദ്ദേഹത്തിൻ്റെ അകത്ത് എന്തോ അസാമാന്യ ശക്തിയുണ്ട്. ഡൊമീഷ്യൻ്റെ കണ്ണുകൾ ചരിത്രത്തിൻ്റെ തങ്കത്താളുകളിൽ രേഖപ്പെടുത്തുന്നു, ചുവന്ന് തൊടുത്തു. അവൻ പടയാളികളോട് പറഞ്ഞ്, നിങ്ങളുടെ മുഖം കാണണ്ട, 4 ദിവസം കഴിഞ്ഞ് അടുത്ത ശിക്ഷാവിധി തരാം, നിങ്ങൾ വരണം. 4 ദിവസം കഴിഞ്ഞ് അടുത്ത ശിക്ഷാവിധിയുമായി റോമിൻ്റെ പടയാളികൾ വന്നു. റോമിൻ്റെ പടയാളികളോട് എഴുതി കൊടുത്ത ശിക്ഷാവിധി, വയോധികനായ യോഹന്നാൻ, 90 വയസ്സ് കഴിഞ്ഞ് അപ്പച്ചൻ, കൈകാലുകൾ വിറയ്ക്കുന്ന അപ്പച്ചൻ, ഒരു കപ്പ് കാപ്പി പിടിച്ചാൽ വിറയ്ക്കുന്ന അപ്പച്ചന് കൊടുത്ത ശിക്ഷാവിധി, തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് കൈകാലുകൾ മുക്കി അവനെ പച്ചയ്ക്ക് കൊല്ലുക. പ്രഭാതത്തിൽ അപ്പച്ചൻ സഭാ അങ്കണത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും റോമിൻ്റെ പടയാളികൾ വന്നു. വിലങ്ങുകൾ വീണു. അപ്പച്ചനിട്ട് കേട്ടിരിക്കുന്നത്, ഇൻ ദ ലാസ്റ്റ് ഡേ നിങ്ങൾക്ക് എന്താ മാതിരി സാപ്പിടണം, യാറയോ പാക്ക് ഇപ്പൊ താൻ കേൾവിപ്പെട്ടിരിക്കുന്നത്, ഇന്ന് പ്രഭാതത്തിൽ താങ്കളെ കൊണ്ടുപോയി ജയിലിനകത്ത് എണ്ണയ്ക്കകത്ത് മുക്കുമെന്ന്. അപ്പച്ചൻ ഒരു ഭരവുമില്ല. അപ്പച്ചൻ്റെ മുഖത്ത് അരുമയാൻ ഒരു ചെറിയ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചോദിച്ചു, പടയാളികൾ ചോദിച്ചു, അയ്യാ നീ എങ്ക് കെട്ടി ചിരിക്കുന്നത്? അപ്പം പറഞ്ഞ്, എനിക്ക് പേടിയൊന്നുമില്ല, നിന്റെ ചക്രവർത്തി കൽപ്പന തരുന്നതിന് മുമ്പ് ബാബേലിൻ്റെ ചക്രവർത്തിയായ നെബൂഖദ്നേസർ ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങളെ തീജ്വാലയ്ക്കകത്ത് വലിച്ചെറിയുക. ദുരാശു സമഭൂമിയിൽ ബിംബമുണ്ടാക്കിയപ്പോൾ ശദ്രക്കും മേശക്കും അബേദ്നെഗോഗും കരമുയർത്തി പറഞ്ഞു, ഞങ്ങൾ സേവിച്ച് നിൽക്കുന്ന യഹോവ ഞങ്ങളെ വിടുവിച്ചാലുമില്ലെങ്കിൽ രാജാവ് ഉണ്ടാക്കിയ ബിംബത്തെ വണങ്ങത്തില്ലെന്ന് പറഞ്ഞപ്പോൾ തീജ്വാലയ്ക്കകത്തിറങ്ങി വന്ന് ഞങ്ങളുടെ പിള്ളകളെ വിടുവിപ്പോ. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങിയെങ്കിൽ നിങ്ങൾ ഏത് കൽപ്പന തൊട്ടുവിട്ടാലും അതിൻ്റെ നടുവിൽ എന്നെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുക. ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ഇന്ന് രാത്രി വചനത്തെ ഏറ്റെടുക്കുവാൻ കഴിയും? ഇന്ന് രാത്രി ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്ന ദൈവം, താമ്ര കഥകളെ വെട്ടി മാറ്റുന്ന ദൈവം, നിനക്ക് മുമ്പായി ദൂതനെ അയക്കുന്ന ദൈവം. ഇന്ന് കൺവെൻഷൻ കൂട്ടങ്ങളെ അവസാന രാത്രി പറയണം, എൻ്റെ ദൈവം എത്ര വിശ്വസന, ഏത് തീജ്വാലയ്ക്കകത്ത് നിന്ന് നിന്നെ വിടുവിക്കുക. അതിനുശേഷം പടയാളികൾ അവനെ പിടിച്ചു. എവിടെ കൊണ്ടുപോയി? തീജ്വാലയ്ക്കകത്ത്. ഹല്ലേലൂയ. ഒരു കൂട്ടുകത്തിനകത്ത് ആ യോഹന്നാൻ അപ്പോസ്തലനെ വലിച്ചവിടെ ഇട്ടു. അവൻ്റെ മരണം കാണാൻ കാത്തിരിക്കുക. സ്തോത്രം. 8-9 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യോഹന്നാൻ അപ്പോസ്തലൻ തല ഉയർത്തി കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഇങ്ങ് നല്ല തണുപ്പിരിക്കുന്നത്, AC ഇട്ട മാതിരി കൂളിങ് ഇരിക്കുന്നത്, അതുക്ക് താൻ കൈക്കുള്ള ബ്ലാങ്കറ്റ് കമ്പിളിയെ എതുവായി ഇരിക്കതെന്ന് കൊടുക്കാൻ. കരമുയരുന്നില്ലല്ലോ. സ്തോത്രം. കേരളമോ രക്ഷയില്ല. ഇനി തമിഴെങ്കിലും പഠിച്ച് ഞാൻ ഒന്ന് രക്ഷപ്പെടാൻ നോക്കുക. സ്വോത്രം. ഗ്രാമർ കുറവുണ്ടെങ്കിൽ നിങ്ങൾ സഹായിക്കണം. ഇന്ന നാൾക്കളിൽ കുമ്മരി മാവട്ടത്തെ അരുമயான செய்திகளை കൊടുക്കരുത്. സായംകുളം, തടിക്കാർ, കോണം, മാർത്താണ്ട എല്ലാം പോയിരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ഇനി വലിയ രക്ഷയൊന്നുമില്ല. സ്വോത്രം. அதுக்கு தான் இந்த நாட்களில் கொஞ்சமாக தமிழ் பேசி தமிழ் மக்களோட அருமையான செய்திகளை கொடுக்குது. നിങ്ങൾക്ക് സന്തോഷമില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് തമിഴ് പറഞ്ഞാലെങ്കിലും പ്രോത്സാഹിപ്പിക്കണം. അതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. സ്വോത്രം. പകുതിയും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി അവൻ്റെ മരണം കാണുവാൻ കാത്തു നിന്നു. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ യോഹന്നാൻ തല ഉയർത്തി. പുതയ്ക്കാൻ വല്ലതും തരണം. ഇന്ന് രാത്രി അപ്പച്ചനും അമ്മച്ചിയും സഹോദരും എന്നോട് ചോദിക്കും, കർത്താവിൻ്റെ ദാസനെ ഊഴിയക്കാരാ, 2-3 നാൾക്കളായി ഞങ്ങൾ അരുമயான പ്രസംഗത്തെ കേൾക്കത്, എതുക്ക് കൊണ്ട് യോഹന്നാൻ മരിച്ചില്ല? 1 അവൻ്റെ ശരീരത്തിനകത്ത് കത്തി കയറി, 2 തിളയ്ക്കുന്ന എണ്ണയ്ക്കകത്ത് അവനെ വലിച്ചിട്ടു.
എന്തുകൊണ്ട് അവൻ മരിച്ചില്ല? അന്ന് വിശുദ്ധ വെളിപ്പാട് പുസ്തകം അവൻ എഴുതിയില്ല. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ഒരിക്കൽ കൂടി പറയണം, ക്യാൻസർ 4ാമത്തെ സ്റ്റേജാകും. RCC-ക്കാർ നിന്നെ തള്ളും. നെയ്യോർ മരുത്താമല പറയും ഇനി മരണം ഉറപ്പാ. സ്വോത്രം. ഹാർട്ട് അറ്റാക്ക് ഇനി ഹല്ലേലൂയ 2 ബൈപ്പാസ് കഴിഞ്ഞു. ഇനി പേസ് മേക്കർ വെക്കാൻ അനസ്തേഷ്യ കൊടുത്താൽ മരിക്കുമെന്ന് പാറശാല എസ് പിയും പറയും. നിംസിൽ ഡോക്ടർ മധു ശ്രീധരൻ പറയും. എന്നാൽ അപ്പച്ച അമ്മച്ചി ഇന്ന് രാത്രി പറയണം, എൻ്റെ കണ്ണുനീരിൻ്റെ മറുപടി. ഞാൻ സഭയ്ക്കുള്ള ഉപവാസ കൂട്ടങ്ങളിൽ വന്നിരുന്നത് എൻ്റെ വീട്ടിലുള്ള നൈറ്റുക്കും കാലയിൽ ജപത്തെ കൊടുത്ത് എൻ പിള്ളകൾക്കായി ഹല്ലേലൂയ കനിവാർന്ന അപ്പാ സന്നിധിയിൽ കരഞ്ഞ പ്രാർത്ഥനയുടെ മറുപടി എൻ്റെ പുരയ്ക്കകത്തിറങ്ങി വരുന്നത് വരെ എൻ്റെ കണ്ണുകൾ അടയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി ദൂതേറ്റെടുക്കുന്നവർക്ക് ഒരിക്കൽ കൂടി പറ, എൻ്റെ കർത്താവ് എന്നെ സഹായിക്കുക, എൻ്റെ കർത്താവ് എന്നെ ശക്തീകരിക്കുക, അവൻ്റെ നീതിയുടെ വലങ്കരം എനിക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. ആരാ? ഇന്നലെ രാത്രി ദാവീദിൻ്റെ പ്രോമിസാണ് പറഞ്ഞത്. ബൈബിളിനകത്ത് 8000 പ്രോമിസ് ഉണ്ട്. 8000 പ്രോമിസ് ലാമിനേറ്റഡ് അവർ ബൈബിൾ. അത് 8000 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് കർത്താവിൻ്റെ വരെ പറയാൻ പറ്റത്തില്ല. ഒരു ഒറ്റ സംഭവം പറഞ്ഞുകൊണ്ട് വെളിപ്പാടിലേക്ക്, കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങളുടെ നടുവിൽ തേജോമയനായ ദൈവം അബ്രഹാമിനെ കണ്ടു. അബ്രഹാമിനെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞു, നിന്നെ ഞാൻ കൊണ്ടുപോകുമ്പോൾ 1800 കിലോമീറ്റർ. സ്വോത്രം. കൂടെ വിളി കേൾക്കാത്ത ഒരുവനും കൂടി ലോത്ത് 2 പേരുമായിട്ട് ജീപ്പുമായിട്ട് അവിടെ വന്നു. ഇസ്രായേലിലേക്ക് വന്നു, വാഗ്ദത്ത കനാൻ. ഇപ്പോൾ അവിടെ 2 കല്യാണം നടന്നു. ഒന്ന് അബ്രഹാമിന് ഒരു അമ്മാമ വന്ന് സാറ. അത് കഴിഞ്ഞ് ലോത്തിൻ്റെ ഒരു അമ്മാമ വന്ന് ബൈബിളിലും പേരില്ല, ഗൂഗിളിലും പേരില്ല. മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കൺവെൻഷൻ കൂട്ടത്തേക്കോ ഒന്നിക്കും വരാതെ അബ്രഹാമും സാറയും ലോത്തുമായിട്ട് സഭായോഗത്തിന് പോകും. പക്ഷേ ലോത്തിൻ്റെ അമ്മാമ വരത്തില്ല. ലോത്തിൻ്റെ അമ്മാമ ഒരു കാര്യം ചെയ്തു, പെട്ടി, പ്രമാണം, ആധാരം, പാസ്ബുക്ക്, ഫിക്സഡ് ഡിപ്പോസിറ്റ് എല്ലാം നോക്കി. മുഴുവൻ അബ്രഹാമിൻ്റെ ഇല്ല. ഉടനെ ലോത്തിൻ്റെ അമ്മാമ ആചാര്യനോട് പറഞ്ഞു, നിങ്ങളെ മുഴുവൻ പറ്റിച്ചതാണ്, നിങ്ങളുടെ പേടി ഒരു 4 സെൻറ്റ് വസ്തു പോലും ഇല്ല. സ്വോത്രം. നമുക്ക് പെര മാറാം. അന്ന് ആ വീടിനോട് ചേർന്ന് കഞ്ഞിപ്പര 2ാമത് വന്നത്. മിണ്ടുന്നില്ലല്ലോ. 2 സഹോദരിമാർ വീട്ടിൽ വരുമ്പോൾ, 2 മനവിമാർ വീട്ടിൽ വന്നാൽ, 2 സഹോദരിമാർ വന്നാൽ വലിയ പ്രശ്നമാണ്. സ്വോത്രം. 2 ചെറുപ്പക്കാർ പോയാലും കുഴപ്പമില്ല, അവനെ തലേ കൈവച്ച് എങ്ങനെയെങ്കിലും മടക്കി കൊണ്ടുവരാം. സ്വോത്രം. 2 ആൻറ്റിമാർ സഭയിൽ പ്രശ്നം ഉണ്ടാക്കിയാലും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കിയാലും 2 കാർഡ്, 2 ഗ്യാസ്, 2 കഞ്ഞിപ്പര, 2 മൊബൈല്, 2 റേഷൻ കാർഡ് എല്ലാം വരും. ഇതിവിടെ അല്ല, ഇവിടെ കൊല്ലങ്കോടല്ല തുടങ്ങിയത്, അവറാച്ചാൻ്റെ വീട്ടിൽ തുടങ്ങിയതാണ്. സ്വോത്രം. അപ്പോൾ ലോത്തും ഭാര്യയും കൂടെ പറഞ്ഞു, ഊരമ്പി കൊടി കുത്തുന്ന പോലെ ഞങ്ങൾ കൊടി കുത്തും. അവറാച്ചാൻ പറഞ്ഞു, എന്നെ ആ ദൈവം വിളിച്ചത്, ഞാൻ ആ കുറ്റിയടിച്ച് ഇതെല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ ലോത്ത് പറഞ്ഞു, ഞാൻ ഫേസ്ബുക്കിലും വാട്സപ്പിലും പരസ്യവും കൊടുക്കുമെന്ന് പറഞ്ഞു. സ്വോത്രം. അവറാച്ചാൻ ആരാ? ഇപ്പം ചീഫ് പാസ്റ്റർ സഭയുടെ റെഡിയാകത്തില്ല. അതിൻ്റെ ഇപ്പോൾ പക്കത്ത് വീടിരിക്കുന്ന കനാന്യർ, പെരിസ്യർ, എബൂസ്യർ. അതുകൊണ്ട് അവറാച്ചാൻ വിചാരിച്ച് നിനക്ക് ആവശ്യമുള്ളതെല്ലാം നീ കൊണ്ടുപോയിക്കോളാം പറഞ്ഞു. സ്വോത്രം. മാർത്താണ്ട ചെക്ക് പോസ്റ്റും കൊണ്ടുപോയി, കളിക്കാവിളയും കൊണ്ടുപോയി, ഊരമ്പ് ടൗണും കൊണ്ടുപോയി. അതിൻ്റെ പേരാ സോദോം ഗോമറ. മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. അവറാച്ചാൻ എവിടെ കൊണ്ടിട്ട്? അമ്പൂരി മലയെ കൊണ്ടിട്ട്. അതിൻ്റെ പേരാ മമ്മറയുടെ തോപ്പ്. വചനം വായിക്കുന്നവർക്കായി. പഴയ ബൈബിൾ ഇപ്പോൾ ഉൽപ്പത്തിയൊന്നും ആരും വായിക്കത്തില്ലല്ലോ. ചില ബന്ധിക്കോസുകാർ, ചില വീരന്മാരിറങ്ങിയിട്ടുണ്ട്, പഴയത് വേണ്ടാന്ന്. അപ്പനില്ലാതെ അവിടെ മക്കളുണ്ടാവും. സ്വോത്രം. അവനെ അങ്ങ് കൊല്ലങ്കോട്ട് കയറ്റരുത്. കർത്തദാസന്മാരോട് പറയുക, സ്വോത്രം, പഴയ നിയമം വായിക്കരുതെന്ന്. അങ്ങനെ പറയുന്ന വീരന്മാരും ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്വോത്രം. ബന്ധക്കോസിനകത്ത് അങ്ങനെയുള്ള ആൾക്കാർ. അബ്രഹാമിന് കിട്ടിയത് മമ്രയുടെ തോപ്പ. അവിടെ ആട്ടോയും ചെല്ലത്തില്ല, മറ്റേ 2 വീലറൊക്കെയാണ് വരുന്നത്. മമ്രയുടെ തോപ്പിൽ 3 കാര്യം ഉണ്ടായിരുന്നു. 1, അബ്രഹാമിന് ഒരു കുടിലുണ്ടായിരുന്നു. 2, ഒരു യാഗപീഠം ഉണ്ടായിരുന്നു. 3, ഒരു കരുവേലകം ഉണ്ടായിരുന്നു. സ്വോത്രം. ഇതായിരുന്നു അബ്രഹാമിൻ്റെ വീട്ടിൻ്റെ പ്രത്യേകത. യാഗപീഠത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അവിടെ അബ്രഹാമും സാറയും കറക്റ്റായിട്ട് പഴയ നിയമത്തിൻ്റെ ആരാധനയെ തിരി കത്തിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. 2, കരുവേലകം. ആരെങ്കിലും വന്നാൽ ഒരു കട്ടൻ ചായ കൊടുക്കും. ഇന്ന് കരുവേലകം പോയിട്ട് നമ്മുടെ വീട്ടിൽ അൽസേഷനാണ്. സ്വോത്രം. ആരെങ്കിലും വന്നാൽ കട്ടൻ ചായ അല്ല, അവൻ്റെ കുറയാ. സ്വോത്രം. ഡോറിൽ എഴുതി വെച്ചിരിക്കുക, ഡോഗ്സ് ഉണ്ട്, സൂക്ഷിക്കണമെന്ന്. സ്വോത്രം. കർത്താവ് വരുന്നെന്നല്ല, ബിവെയർ ഓഫ് ഡോഗ്സ് എന്ന്. കണ്ടോ? എല്ലാ വീട്ടിലും ഇപ്പം പൈസയായപ്പോൾ. സ്വോത്രം. ഇത് 2 അവറാച്ചാൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവിടെയാണ് ദൈവത്തിൻ്റെ ദൂതന്മാരിറങ്ങിയത്. ഇന്ന് നമ്മുടെ വീട്ടിൽ എവിടെയെങ്കിലും യാഗവീടുണ്ടോ? இந்த നാൾക്കളിலே കൊല്ലങ്കോട് ഊരമ്പ് കർത്തർക്ക് മഹിമயான ஊழியம் ചെയ്ത് അരുമயான ഒരു വീട് കർത്തൻ കൊടുത്തിരിക്കുന്നത്. ആ വീട്ടിക്കുള്ള എന്തിരിക്കുന്നത്?
4 முറി இருக்குது. 2 நில வீடு, 4 முറി இருக்குது. அப்பா ஒரு முറി, அம்மா ஒரு முറി, ஒரு குழந்தை ஒரு முറി, அடுத்த குழந்தை ஒரு முറി. കുടുംബ പ്രാർത്ഥനയുണ്ടോ? ഇല്ല. അമ്മ 8 മണിക്ക് ചപ്പാത്തി വിട്ട് വാട്സപ്പിലെ വോയിസ് ക്ലിപ്പ്, എല്ലാവരുമേ കീഴെ വന്നാട്ടെ ചപ്പാത്തി വെജിറ്റബിൾ കഴിക്കാം. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇവിടെ വരായല്ലോ. ഒറ്റയെണ്ണോ കുടുംബ പ്രാർത്ഥനയില്ല. സ്വോത്രം. കപ്പയുടെ ചവിട്ടി എലി മാന്തുന്നോലിന്നത് പെന്തിക്കോസുകാർ മൊബൈൽ മാന്തിക്കൊണ്ടിരിക്കുക. സ്വോത്രം. കണ്ടോ? കുടുംബ പ്രാർത്ഥന ഉണ്ടോ? സ്വോത്രം. അങ്ങനെ ആയില്ലേ അന്നത്തെ കാര്യം? അതല്ല അബ്രഹാമിൻ്റെ വീടിൻ്റെ പ്രത്യേകത. അവിടെ സന്ധ്യാപ്രാർത്ഥന ഉണ്ടായിരുന്നു. എന്താ? കൺവെൻഷൻ കൂട്ടങ്ങളുടെ മുടിവാമതിരവ്. നിങ്ങളെല്ലാം വലിയ ജോലിക്കാരായിരിക്കും. ഒരുപക്ഷെ നല്ല വീട് കാണും, ഒരുപക്ഷെ സർക്കാർ ജോലിക്കാർ കാണും. കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ നിന്നും മടങ്ങി വരും. അപ്പച്ചി വലിയ പ്രാർത്ഥനകളില്ലെങ്കിലും വൈകിട്ട് നമുക്ക് വീടും കാറും ബംഗ്ലാവും എന്തൊക്കെ തന്നാൽ വൈകിട്ട് സമയത്ത് ഒരു പായിട്ട് ഒരടി പാട്ട്. തമിഴ്നാട്ടുകാർ നല്ല പാട്ടും, ഞാനും എൻ വീടും എൻ വീട്ടാരനൈവരും. എവിടെ കേൾക്കാനോ? സ്വോത്രം. എത്ര നല്ല പാട്ട്! ഒരടി പാട്ട് പാടി ഒരു സങ്കീർത്തനം വായിച്ചു പാട്ടുപാടി ദൈവത്തെ സ്തുതിക്കണം. അതിൻ്റെ പേരാ കുടുംബ പ്രാർത്ഥന. അതൊക്കെ നമ്മുടെ വീട്ടിൽ നിന്ന് പോയിട്ട് എത്ര നാളായി? സ്വോത്രം. അതിനിപ്പോൾ കേരളത്തിലാന്നേ പറയും, പാസ്റ്ററെ കോൺട്രാക്ട് ഏൽപ്പിച്ചൊക്കെ പാസ്റ്റർ അങ്ങ് പ്രാർത്ഥിച്ചുകൊണ്ടാൽ മതി എന്ന്. സ്വോത്രം. ഞങ്ങൾക്ക് വേണ്ടി മുഴുവൻ കോൺട്രാക്ട് പാസ്റ്റർ. ഇന്ന് രാത്രി പ്രാർത്ഥന ഉള്ളിടത്ത ദൈവകരം ഇറങ്ങി വരുന്നത് കേട്ടോ. എവിടെ വന്നു? അബ്രഹാമിൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ ദാസന്മാർ വന്നു. മധ്യാഹ്ന സമയം സ്വർഗം വന്ന് എല്ലാവരും ഈ ചിന്ന കഥയെ കേട്ടിരിക്കുന്നത്. അബ്രഹാം അവരെ കണ്ടു. ഉടനെ പെട്ടെന്ന് വന്ന ദൈവദാസന്മാർക്ക് എന്ത് ചെയ്തു? കുടിക്കാൻ വെള്ളം കൊടുത്തു. സ്വോത്രം. ഉടനെ സാറായി വിളിച്ചു. ഉച്ച സമയം ദൈവദാസന്മാർ വന്നിരിക്കുന്നു. സാറായി വിളിച്ചിട്ട് പറഞ്ഞാൽ അകത്ത് പോയി മാവെടുക്കാൻ പറഞ്ഞു. 3 ഇടങ്ങഴി മാവെടുത്തു. സാറാമാമ പടപട കുടച്ചു. ആ കുടച്ചതിനൊരു ശേഷം ഉണ്ടാക്കിയ സാധനത്തിന് പേരാ കുബോസ്. വെളിനാട്ടിൽ പോയിരിക്കുന്നത് സാപ്പിട്ട ആൾക്കാർക്ക് തെരിയും കുബോസ്. അല്ലെ കിട്ടണമെന്നുണ്ട് ജോൺസൺ ബേക്കറി പോയാൽ മതി. കളിക്കാവിളയുണ്ട്, പാറശാലയുണ്ട്. സന്തോഷമില്ലല്ലോ? സ്വോത്രം. അവിടെ 2 ഇടത്തുണ്ട്. 45 രൂപ കൊടുത്താൽ മതി, 10 എണ്ണം കിട്ടും കുബോസ്. സ്വോത്രം. അപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? തൊഴുത്തിൽ നല്ലൊരു മൃഗസമ്പത്ത് ഉണ്ടായിരുന്നു. പടപട കട്ട് ചെയ്ത് മട്ടൺ സ്റ്റൂ ഉണ്ടാക്കി. അപ്പോൾ ആദ്യത്തെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയത് ആരാ? നെയ്യാറ്റിൻകര വിസ്മയല്ല, അത് കഴിഞ്ഞിട്ട് കാട്ടാക്കട മോഡേനല്ല, കളിക്കാവിള ഹാർവസ്റ്റ് അല്ല, അവറാച്ചന സാറാമാമ ആദ്യത്തെ ഫാസ്റ്റ് ഫുഡ് ഉണ്ടാക്കിയത്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഇതെല്ലാം കേൾക്കണം. ദൈവത്തിൻ്റെ ദാസന്മാർ പടപടാ ഇത് കഴിച്ചു, നല്ല വെള്ളവും കുടിച്ചു. ലാസ്റ്റ് ഒരാശീർവാദ പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ തന്ന എല്ലാത്തിനും നന്ദി, ഞങ്ങൾ കടന്നു പോകുന്നു. അൻപാന കർത്തനുങ്ക കുടുംബത്തെ പരിപാലിക്കുന്നത്. പ്രാർത്ഥന കഴിഞ്ഞിറങ്ങിയപ്പോൾ അബ്രഹാമിനെ സാറയോട് വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് വിശേഷം? ഓർമ്മയുണ്ട്? അബ്രഹാം പറഞ്ഞു, എന്താ? നിങ്ങൾ ഇറാഖിൽ നിന്നപ്പം വന്നിട്ട് എനിക്ക് വീട് തരാം, പിന്നെ വെളുത്ത പെണ്ണിനെ തരാം, കാനഡ വിസ തരാം, കമ്പ്യൂട്ടർ തരാം, ഫോർച്യൂണർ തരാം എന്ന് പറഞ്ഞു. ഇപ്പോൾ ദാണ്ട് എനിക്ക് കിട്ടിയത് ഈ അമ്പൂരിയിലെ മമ്മറയുടെ തോപ്പ. ലോകത്തെങ്ങനാന്നും അറിയത്തില്ല. സ്വോത്രം. ഉടനെ സാറാമ്മ പറഞ്ഞു, അച്ചായനോട് നിങ്ങൾ എന്തൊക്കെയാ ദൂത് പറഞ്ഞ്? ആകാശത്തിലെ കണക്ക് കുഞ്ഞുങ്ങൾ ലണ്ടനിലേക്ക് കുഞ്ഞുങ്ങളെ പറപ്പിക്കും, UK ബിസിനസ് കൊടുക്കും, കടൽക്കരയിലെ മണൽത്തരികളെ പോലെ. സാറാമ്മ പേപ്പർ കാണിച്ചു. എന്താ? 4-5 കേജക്കാർ പറഞ്ഞു, ഇങ്ങോട്ട് ഇനി വരികയെ വേണ്ട, മക്കളുണ്ടാവത്തില്ലെന്ന്. സ്വോത്രം. എന്നിട്ട് അമ്മാമ്മ പറഞ്ഞു, ഏറ്റവും നല്ല ദാണ്ട റിപ്പോർട്ട് MRI വന്നിട്ടുണ്ട്, എൻ്റെ ഗർഭസ്ഥാവസ്ഥ ഇനി ലഭിക്കത്തില്ല, ഒരു കുഞ്ഞുങ്ങളുണ്ടാവത്തില്ല. അവർ അച്ഛൻ പറഞ്ഞു, നിങ്ങളെല്ലാം പറഞ്ഞത് വെറുതെ ആയിപ്പോയി. ഞാനിപ്പം 99, സാറയ്ക്കാന്ന് 89. വഴികളടഞ്ഞു. എൻ്റെ കയ്യിൽ ഒരു ഊന്നുപടി, സാറയുടെ മെഡിക്കൽ റിപ്പോർട്ട്. സ്വോത്രം. ഉടനെ ദൈവത്തിൻ്റെ ദാസന്മാർ പറഞ്ഞു, ഇന്ന് ഉച്ച കഴിഞ്ഞല്ലോ, അച്ഛനും അമ്മാമ്മയും മട്ടൻകറി ഷൂവൊക്കെ കഴിച്ചിട്ട് കട. നാളെ രാവിലെ പോയി നമ്മുടെ കളിക്കാവിളെ റിലയൻസിൻ്റെ ബിഗ് ബസാർ വന്നിട്ടുണ്ട്, അവിടുന്ന് ഒരു തൊട്ടി 3 കിലുക്കും മേടിച്ചോണമെന്ന് പറഞ്ഞു. സ്വോത്രം. സാറാമാമ കൂടാരത്തിൻ്റെ വാതിക്കൽ നിന്ന് ചിരിച്ച് 89കാരിക്ക് മക്കളുണ്ടാകുമോ? ദൈവത്തിൻ്റെ ദാസന്മാർ ഒരു കാര്യം പറഞ്ഞു, യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? കരമുയർത്തുന്ന ദൈവ പിള്ളകൾക്കായി ഇന്ന് രാത്രി ആത്മാവിൽ ദൂതേറ്റെടുക്കണം. ഒരു ദൈവദാസൻ കരം വെക്കുന്നതല്ല വലുതൽ. ശന്തര ദിഗച്ചാന ബൗഡാരവ ശംധുര്. ഈ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ മമ്രയുടെ തോപ്പിനകത്ത്, അബ്രഹാമിൻ്റെ കാലിനകത്ത്, ഞരമ്പിനകത്ത്, അവൻ്റെ രക്തത്തിനകത്ത് ഹോളി സ്പിരിറ്റിൻ്റെ പവർ ഇറങ്ങിയപ്പോൾ അവൻ ചലിച്ചതുപോലെ സാറയുടെ ശരീരത്തിനകത്ത് ദൈവവചനം ഇറങ്ങിയപ്പോൾ അവളുടെ യൂട്രസിലെ ഫൈബ്രോയിഡിനെ മാറ്റിക്കൊണ്ട് ഫലോപ്പിയൻ നാളികളെ ചലിപ്പിക്കുക ദൈവത്തിൻ്റെ കരം ഇറങ്ങി വന്നെങ്കിൽ ഇന്ന് രാത്രി പറയണം, ആ കരം തളർന്ന കരമല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഇന്ന് രാത്രി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി വിളിച്ചു പറ, കത്തി തൊടാതെ സർജറി ചെയ്യാൻ കരുത്തുറ്റവനാ ഞാൻ ആരാധിക്കുന്ന ദൈവം. സാറ ചിരിച്ചു. കൂടാരത്തിൻ്റെ വാതിക്കൽ ഒരു സന്തതിയെ കിട്ടി, ഇസഹാക്ക്. ഇതാ ദൈവത്തിൻ്റെ വചനം. വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നവനാ ദൈവം. സഹോദരി, ചെറുപ്പക്കാര, കാലം എത്ര കഴിഞ്ഞാലും, സമയം എത്ര പോയാലും, മെഡിക്കൽ സയൻസ് നിന്നെ തള്ളിയാലും, നാട്ടുകാർ അപമാനിച്ചാലും,
നിന്നോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോമിസ് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. കരമുയർത്തുന്നവർക്കായി യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഈ വചനം പ്രസംഗിക്കുമ്പോൾ ആരെങ്കിലും ഭാരമുണ്ടെങ്കിൽ കർത്തർക്ക് മഹിമ കൊടുത്തിട്ട് പറയണം, இந்த കൺവെൻഷൻ കൂട്ടങ്ങൾ 20 നൈറ്റ് ഞാൻ ചർച്ചക്കുള്ള ദൈവസന്ധിയിൽ ആരാധിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ ഹല്ലേലൂയ അക്കൗണ്ടുകളെ മാറ്റുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. സഹോദരിമാർ പറയണം, എൻ്റെ യൂട്രസിനകത്ത് ഏതൊക്കെ ഫൈബ്രോയിഡിലുണ്ടെങ്കിലും ഇന്ന് രാത്രി ഫലോപ്പിയൻ നാളേക്കകത്ത് ടെസ്റ്റ് ഉണ്ടെങ്കിൽ ഡോക്ടർ പറയും നടക്കത്തില്ലെന്ന് പറഞ്ഞാലും ഇന്ന് രാത്രി വചനമിറങ്ങുമ്പോൾ സാറയുടെ ഉദരത്തെ ചലിപ്പിച്ച മഹാദൈവത്തിന്റെ കാര്യം. Something is happened in this moment, the precious moment, the mighty presence of Holy Spirit. Sunday even the annual convention located here. വെട്ടുവിള യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചലിപ്പിക്കാത്തതിനെ ചലിപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം, ഇല്ലായ്മയിൽ നിന്ന് സകലത്തെയും വിളിച്ചുളവാക്കുന്ന ദൈവം, ശൂന്യതയിൽ നിന്ന് മടക്കി കൊണ്ടുവന്ന് നിന്നെ നിറയ്ക്കുന്ന ദൈവം. വചനം അങ്ങോട്ട് ചലിക്കട്ടെ. ദുഷ്ടന്റെ കെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ. ചില കുടുംബങ്ങളെ ബന്ധിച്ചിരിക്കുന്ന ഈ അന്ധകാരത്തിന്റെ ചരടുകൾ ഇന്ന് രാത്രി വചനം പ്രസംഗിക്കുമ്പോൾ അഴിഞ്ഞു മാറട്ടെ. യെസ് ലോർഡ്, ദ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. നാഥൻ്റെ വല്ലഭയുടെ കരം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടട്ടെ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഭാഗം അവസാനിപ്പിക്കാൻ പോകുന്നു. അബ്രഹാം സാറയും കൊടുത്തതെന്താ? ഒരു നേരത്തെ വെള്ളം, ഒരു നേരത്തെ ഭക്ഷണം, അത് കഴിഞ്ഞിട്ട് മട്ടൻ കറി. പാസ്റ്റർമാർ മറക്കും, തലമൈ ബോധകർ മറക്കും, കമ്മറ്റിക്കാർ മറക്കും. മറക്കാത്ത ഒരുവനുണ്ട്, അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവൻ. എന്താ സംഭവിച്ചത്? ഇസ്രായേൽ മക്കൾ മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ 400 സംവത്സരം കിടക്കുമ്പോൾ അവിടെ ആരും പട്ടിണി മൂലം മരിച്ചില്ല. നമ്പർ 1, അപ്പച്ചനും അമ്മയും വെള്ളം കൊടുത്തപ്പോൾ മാറായ പിളർന്ന് മധുരജലം സ്വർഗത്തിലെ ദൈവം കൊടുത്തു. അവൻ ആർക്കും കടക്കാരനല്ല. 2, ആകാശത്തിൻ്റെ ഉദരച്ചങ്ങഴി തുറന്ന് മന്നായ ദൈവം കൊടുത്തു. 3, இந்த நாட்களில் பக்கத்து வீட்டில் அருமையான கோழியை இருக்குது. அம்மா யாரோ எங்கள் வீட்டுக்கு வന്നാൽ തുറന്ന് വിട്ട കോഴിയെ പിടിക്കണേ 3 പറമ്പ് പോകണം, എന്നാലും കിട്ടത്തില്ല. ചേച്ചിമാർക്കറിയായി കോഴിയെ വിളിച്ചാലും നെല്ലിട്ട് കൊടുത്താലും വരികയില്ല. പക്ഷേ ഇസ്രായേൽ മക്കൾ രാവിലെ അവരുടെ വീട്ടിലുള്ള കതക് തുറക്കുമ്പോൾ, ഇന്ത്യക്കാരൻ്റെ ഭാഷ പറഞ്ഞ ആട്ടുപജി ദർവാദ കോളിനെക്കട്ടായും 8 കിലോ മുറുകി അവിടെ നിൽക്കുകയാണ്. സ്വോത്രം, കാടപ്പക്ഷി അവിടെ നിൽക്കുന്നു. ഇന്ന് രാത്രി ഒരപ്പച്ചനും ഒരമ്മച്ചിയും ദൈവ കുഞ്ഞുങ്ങൾക്ക്, ദൈവ പിള്ളകൾക്ക് അരുമயான വേദം சொல்கிறது കൊടുത്തപ്പോൾ 400 സംവത്സരം ആകാശത്തിൻ്റെ കിളിവാതിലുകളെ തുറന്ന് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചവനാ സ്വർഗത്തിലെ ദൈവം. കരമുയർത്തുന്നവർക്കായി നിങ്ങൾ ചർച്ചയ്ക്ക് വേണ്ടി ഒരു കാണിക്ക കൊടുത്തെങ്കിൽ, ഊളിയക്കാരനൊരു കാണിക്ക കൊടുത്തെങ്കിൽ, ചർച്ചയ്ക്ക് വേണ്ടി എന്തെങ്കിലും കൊടുത്തെങ്കിൽ, ആ ആണ്ടവരിൻ നാമത്തിൻ വല്ലമയ്ക്കായി ഏതെങ്കിലും ഒരു കാണിക്ക കൊടുത്തെങ്കിൽ നിങ്ങൾ തലമുറകളെ മാനിക്കുന്നവനാ സ്വർഗത്തിലെ ദൈവം. സ്തോത്രം. ഭാഗം അവിടെ നിൽക്കട്ടെ. യോഹന്നാനെ അവസാനമായി നാട് കടത്തുന്നത് പത്മോസിൻ്റെ പ്രത്യേകത എന്താ? തൊട്ടടുത്ത് പൂവാറിൽ ഐലൻഡ് ഉണ്ട്. അതുപോലുള്ളൊരു ഐലൻഡാണ്. എവിടാ പത്മോസ്? ഗ്രീക്ക് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്ഥലമൊന്നുമല്ല പത്മോസ്. ഗ്രീസിലെ ഏതൻസ്, അവിടെ ഒളിമ്പിക്സ് നടന്നു കഴിഞ്ഞാൽ ഒരു നദിയുണ്ട്, തേംസ്. ആ തേംസ് നദിയിൽ ഒരു ദ്വീപ്, 16 നീളം, 10 കിലോമീറ്റർ വീതി, 6 മാസത്തിൽ ഒരിക്കൽ കപ്പലെടുക്കുന്ന സ്ഥലത്ത്, യുദ്ധ കുറ്റവാളികളെ കൈമാറുന്ന സ്ഥലത്തേക്കാണ് യോഹന്നാൻ അപ്പോസ്തലൻ നാട് കടത്തിയത്. ഒരു യാനത്തിനകത്ത്, ഒരു ബോട്ടിനകത്ത് അവിടെ കൊണ്ട് ചെന്ന് കാരാഗ്രഹത്തിൻ്റെ പാളികൾ തുറന്നു. 95 വയസ്സ് പ്രായമുള്ള അപ്പച്ചൻ കൈകാലികൾ ബന്ധനപ്പെട്ട അവസ്ഥയിൽ അവിടേക്ക് തള്ളിയിട്ടു. പടയാളികൾ കൈകാലികളുടെ ബന്ധനങ്ങൾ മാറ്റി, അതിനുശേഷം ഗേറ്റ് പൂട്ടി അപ്പച്ചനെ അവിടെ ആക്കിയിട്ട് അവർ സ്ഥലം വിടാൻ തോന്നുക. 95 വയസ്സോളം എത്തുന്നു. 93 ചരിത്രം പറയുന്നു. ആ കാലഘട്ടത്തിൽ അപ്പച്ചൻ വീണു. യോഹന്നാൻ പിടികിട്ടി, ഞാൻ ഇവിടെ മരിക്കാൻ പോവുക. 5 കാഴ്ചകൾ അവൻ്റെ മുൻപിൽ കണ്ട. ആകാശം മുട്ട കരിമ്പന, പച്ച മനുഷ്യനെ കൊത്തി തിന്നുവാൻ നിൽക്കുന്ന കഴുകൻ, മനുഷ്യൻ്റെ അസ്ഥിക്കഷം വാർന്ന് തിന്നുന്ന പരുന്ത്, തലയോട്ടിയുടെ ദുർഗന്ധമാ. മുന്നേ മരിച്ചവരുടെ മൂക്കിൽ കൂടി ദുർഗന്ധം. അത് 5ാമത്തത് പാറ. അപ്പോൾ യോഹന്നാൻ വിചാരിച്ചു, ഇവിടെ ഞാൻ അസ്തമിക്കാൻ പോവുക. ഇന്ന് രാത്രി കാൽവറി ദർശനം കണ്ടവൻ ഏത് പ്രതിസന്ധി വന്നാലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കും. വചനം ഏറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രി തായെ തകർപ്പരെ തങ്കച്ചി എന്ന് രാത്രി നിന്റെ പായ്ക്കുള്ള കണ്ണുനീരിറങ്ങുമ്പോൾ അന്ന് രാത്രി സ്വർഗത്തിൻ്റെ കോവണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. ദൂതേറ്റെടുക്കുന്നവർക്ക് இந்த കരത്തെ തൂക്കി കർത്തർക്ക് മഹിമൈ അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം
ലജ്ജിച്ചു പോകാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. 10,000 വാട്സ് വേണ്ട, തമ്പേർ വേണ്ട, കീബോർഡ് വേണ്ട. എപ്പോൾ നീ മുട്ടുമടക്കുന്നു അപ്പോൾ നിനക്ക് വേണ്ടി സ്വർഗം തുറന്നു വരും. യോവാൻ അപ്പോസ്തലന് വേണ്ടി പത്മോസിൻ്റെ ഉള്ളിക്കുള്ള വാതിലെ തുറന്ന് അരുമயான കർത്തൻ இந்த നാൾക്കളിൽ നിങ്ങൾക്കും പുതുവഴി തരും. നിങ്ങളുടെ പ്രതിസന്ധിയുടെ നടുവ് സ്വർഗം കണ്ട ദർശന കാൽവരുടെ കൊലക്കളത്തിൽ 186 മുള്ളുള്ള കിരീടം 39 അടികൾ ഏറ്റുവാങ്ങിയ നാഥന യോഹന്നാൻ ദർശിക്കുന്നത് 7 പൊൻ നിലവിളക്കുള്ള നടുവ് നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടിയ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവർ കാലുലയിൽ ചുട്ടുപടിപ്പിച്ചതുപോലെ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ മഹാനാഥ് 7 നക്ഷത്രമാകുന്ന സഭയെ വലങ്കൈ സൂര്യനെ പോലെ അവന്റെ മുഖം പ്രകാശിച്ചു. യോഹന്നാൻ മുട്ടുമടങ്ങി ഒരു കരമിറങ്ങി ആദ്യൻ അന്ത്യൻ ആൽഫാവോമേഗ മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. യോഹന്നാന് ഒരിക്കൽ ഞാൻ മരിച്ചവൻ എന്നാൽ എന്നും എന്നേക്കും ജീവിച്ചു. നീ കണ്ടത് പത്മോസ്, ഇപ്പോൾ ഉള്ളത് ആസിയയിലെ 7 സഭ. മേലാൽ സംഭവിക്കാനുള്ളത് ഒരു പുസ്തകത്തിൽ എഴുതുക. ആ പുസ്തകത്തിന്റെ പേരാ വിശുദ്ധ വെളിപ്പാട് പുസ്തകം. മറന്നേക്ക് പുറത്തു വരുന്ന ലോകത്തിന്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥ രംഗപടത്തിന് പിൻപിൽ സംഭവിക്കുന്ന അപ്പോകാലിപ്സ്, വരാൻ പോകുന്ന കാര്യം. അധ്യായം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, 2-3 ആസിയയിലെ 7 സഭ, 4 അനന്തര സ്വർഗത്തിലൊരു വാതിൽ, 5 പുസ്തകം തുറപ്പാൻ യോഗ്യൻ, 6 കുഞ്ഞാട് മുദ്രകൾ പൊട്ടിക്കുന്നു, 7 മുതൽ 11 വരെ ഇസ്രായേലിന്റെ നിലവിളി, 12 ആൺകുട്ടി സിംഹാസനത്തിൽ എടുക്കപ്പെട്ട് 13 പിശാചിന്റെ നേതൃത്വം, 14 സിയോൻ മലയിലെ കുഞ്ഞാട്, 15 കൈമേലും നെറ്റിമേലും മുദ്രയേൽക്കാത്തവർ കുഞ്ഞാടിന്റെ വീണകൾ, 16 7 കാകളം, 7 കലശം, 7 ദൂതന്മാർ, 17 മഗതിയാം ബാബിലോൺ, 18 വ്യാപാര ബാബിലോൺ, 19 കുഞ്ഞാടിന്റെ കല്യാണം, 20 പുതിയ ആകാശവും പുതിയ ഭൂമിയും, 20 ഹർമഗദോൻ യുദ്ധം, 21 പുതിയ ആകാശവും പുതിയ ഭൂമിയും, 22 സ്വർഗ. യോഹന്നാനോട് പറഞ്ഞു, എഴുതു കുഞ്ഞ്, ഇതാ ഞാൻ വേഗം വരുന്നു. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ കൊല്ലങ്കോട് മുട്ടുമടക്കട്ടെ, സകലർക്കും പ്രതിഫലവുമായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. എൻ്റെ കടസിക്കൂട്ടങ്ങളെ ചെയ്തിയിൽ കുഞ്ഞെ കൊടുത്തുവിട്ടത് വെളിപ്പാട് 3 ആസിയയിലെ 7 സഭ, എഫെസോസ്, ലവോദിക്ക, സ്മർണ്ണ, തിദയൂര, പെർഗമോസ്, സർദീസ്. അവസാന സഭയുടെ പേര് ഫിലാഡൽഫിയ സഭ. ഫിലാഡൽഫിയ സഭയെ നോക്കിക്കൊണ്ട് അവസാന വാക്ക് സ്വർഗം പറയുന്നത്, കുഞ്ഞ്, നിന്റെ സഭയിൽ 10,000 പേരൊന്നുമില്ല, പക്ഷെ നിന്നെ ഒരു കാര്യം ചെയ്തു, സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തു. എൻ്റെ വചനം കാത്തതിനാൽ വരുന്ന കാലത്ത് നിന്നെ ഞാൻ കാക്കും. സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാൻ നിന്നെ കാക്കും. അങ്ങനെയെങ്കിൽ ഭൂതലത്തിലൊരു പരീക്ഷാകാലം വരുമ്പോൾ ഇന്നലെ രാത്രി ഞാൻ തുടങ്ങി. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസ്സാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സെങ്കൽന യുഗം, 6 കൃപായുഗം അവസാനിക്കാറായി. കൃപായുഗം തീർന്നാൽ 7 വർഷത്തെ ഭരണത്തിന് വേണ്ടി ഒരുവൻ വരുന്നു. അവൻ അടുക്ക വാതിൽക്കൽ, അതാ വെളിപ്പാട് 4 അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്ന ഞാൻ കണ്ടു. മേലാൽ സംഭവിക്കാനുള്ളത് അവൻ എന്നെ കാണിച്ചു തന്നു. അതാ അതിൻ്റെ പ്രത്യേകത. കൃപായുഗം കഴിയുമ്പോൾ 7 വർഷത്തെ ഭരണത്തിന് വരുന്നവൻ 1 യെരൂശലേമിൻ്റെ ദൈവാലയം പണിയും. 2-3 മുദ്രകൾ ഇന്ന് രാത്രി പറയുമ്പോൾ അവസാനിക്കും. അങ്ങനെയെങ്കിൽ അവൻ ആദ്യം വരും, യഹൂദന് ദേവാലയം പണിയും. അതിനു മുമ്പ് ദൈവസഭ ഇവിടെ നിന്ന് എടുക്കപ്പെടും. അവൻ്റെ ഭരണത്തിങ്കൽ ഉലകത്തിൽ എന്ത് നടക്കും? മോൻ വായിച്ച സഹായിക്കാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ തിരുവചനം. വെളിപ്പാട് 6:3 ബൈബിളുള്ളവരല്ല. യോവാൻ അപ്പോസ്തലന്റെ വെളിപ്പാട് ചാപ്റ്റർ 6 വേഴ്സ് 3 and 4. ആദ്യം 6:3 വായിച്ചാട്ട് കുഞ്ഞു വായിച്ചാട്ട്. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ 1-ാം മുദ്ര വെള്ളക്കുതിര, സമാധാനത്തിന്റെ പുറമോടി. ക്ലിയർ ആയിരിക്കണം. അതാണ് ഇനി സ്പീഡിൽ പോകത്തില്ല. ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് പോലെ വചനത്തെ തുറന്ന് അധികാരം ഓരോരോന്ന് നോട്ട് ചെയ്യാം. അവൻ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. 2-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ചുവന്നതായ മറ്റൊരു കുതിര പുറപ്പെട്ടു. ആൾ ഒരുവനാ, പക്ഷെ കുതിര ഈവിൾ സ്പിരിറ്റാ. ആദ്യ യഹൂദനുമായിട്ട് സമാധാനം കൊടുക്കും. വെള്ളക്കുതിര, വൈറ്റ്, ആൾ ഒരുവൻ തന്നതാ. 2-ാമത് അവൻ പടം മാറ്റും. അതാ ചുവന്ന കുതിര. 2-ാമതൊരുവൻ പുറപ്പെട്ടു. അടുത്തത് അതിന്റെ പുറത്തിരിക്കുന്നവന് മനുഷ്യർ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അധികാരം ലഭിച്ചു. ആ വാക്യം അവിടെ തന്നെ നിർത്തണം, മാറ്റരുത്. ഈ വാക്ക് എല്ലാവരും വായിച്ചു. മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അവൻ അധികാരം ലഭിച്ചു. അവിടെ നിൽക്കണം, എല്ലാവരും കേൾക്കണം. മനുഷ്യൻ അന്യോന്യം കൊല്ലത്തില്ലേ? തമിഴ്നാട്ടിലെ കണക്ക് എനിക്ക് അറിയത്തില്ല. കേരളത്തിൽ 83,000 പേരാ സർക്കാർ കണക്കിന്. എത്രയാണെന്ന് അറിയത്തില്ല. കോവിഡ് മരിച്ച്. എന്നിട്ട് മനുഷ്യൻ റെഡിയായോ? കണ്ടില്ലേ? ഇപ്പം തിരുവനന്തപുരത്ത് 2 ഗുണ്ടകളെ തട്ടിയത്. കഴിഞ്ഞ ദിവസം കളിക്കാവളെ ഒരു വാർത്ത പറഞ്ഞു തരാം. മലയങ്കാരൻ ദീപു JCB മേടിക്കാൻ പോയ പൈസയായിട്ട് അവൻ്റെ കൂട്ടുകാരനെയും കൂട്ടി കളിക്കാവളെ വന്ന്. നിങ്ങളെ കണ്ടത് നിങ്ങളുടെ പട്ടണത്തിൽ. ആര് കാണാൻ, ആര് പേപ്പർ വായിക്കാനോ? സ്വത്രം. അവൻ്റെ കഴുത്ത് സർജിക്കൽ ബ്ലേഡ് കൊണ്ടാണ് അറുത്തത്. 37കാരൻ മലയങ്കാരൻ.
ഇവൻ്റെ കൂട്ടുകാരെല്ലാം എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. അവർ കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നു. എവിടാ? മലമുകളിൽ പ്രസംഗിച്ചപ്പം അവരെന്നോട് പറഞ്ഞൊരു കണ്ട്, പാസ്റ്ററെ ഇവനൊരു 10 ലക്ഷം രൂപ ഞങ്ങളോട് ചോദിച്ചിരുന്നത് ഞങ്ങൾ പലിശയ്ക്ക് അങ്ങെടുത്തെങ്കിലും കൊടുത്തേനെ. ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ കഴുത്തറുത്ത് കളിക്കാവളെ സർജിക്കൽ ബ്ലേഡ് വെച്ച്. വാർത്ത കേട്ട ആരെങ്കിലും ഉണ്ടെന്ന് കരമുയർത്താൻ കളിക്കാവളെ. മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ തക്കവണ്ണം ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്ത് കളയേണ്ടതിന് അധികാരം. ആരാരെ കൊല്ലും? ഇതെല്ലാം ബൈബിളിലുണ്ട്. ഇത് അന്ത്യകാലമാണ്. മോനെന്ന് വായിച്ച് സഹായിക്കണം. യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം, മത്തായി 24 സർമൺ ഓഫ് ദ മൗണ്ട്, മാർക്ക് 13, മർക്കോസ് 13 സർമൺ ഓഫ് ദ മൗണ്ട്, ലൂക്കോസ് 21 സർമൺ ഓഫ് ദ മൗണ്ട്. യേശുക്രിസ്തുവിൻ്റെ ഒലിവുമല പ്രഭാഷണം. അത് ഈ മർക്കോസ് 13-12 കറക്റ്റായിട്ട് പറയുന്നുണ്ട് ആരാരെ കൊല്ലും. കുഞ്ഞു വായിച്ച് സഹായിക്കാം. സഹോദരൻ സഹോദരനെയും. അവിടെ നിൽക്കട്ടെ. ഒരമ്മയുടെ ഉദരത്തിൽ വളർന്ന കുഞ്ഞുങ്ങൾ സ്വത്തിന് വേണ്ടി കൊന്നുകളയും. റാന്നിയിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ കണ്ട കാര്യം, ചേട്ടൻ അനിയനെ കൊന്നു. കാഞ്ഞിരപ്പള്ളിയിൽ പ്രസംഗിക്കുമ്പോൾ ചേട്ടൻ അനിയനെ കൊന്നു. തിരുവനന്തപുരം വെള്ളറടയിലും ഇത് നടന്നു. സ്വത്തിനു വേണ്ടി ചേട്ടൻ അനിയനെ, സഹോദരൻ സഹോദരനെയും. അടുത്തത് അപ്പൻ മകനെയും. കള്ള് കുടിച്ചിട്ട് വരുന്ന അപ്പൻ മകനെ കൊല്ലും. തിരുവനന്തപുരം മലയൻകീഴ് ഞാൻ കണ്ട കാഴ്ച. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത് തിരുവനന്തപുരം പിടിക്കുക. അത് കഴിഞ്ഞിട്ട് വായിച്ചിട്ട് മോനെ, മരണത്തിന് ഏൽപ്പിക്കും. മരണത്തിന് ഏൽപ്പിക്കും. അടുത്തത് മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ്. മക്കളും അമ്മയപ്പന്മാരുടെ നേരെ എഴുന്നേറ്റ് അവരെ കൊല്ലിക്കും. അയ്യോ, ഇന്നത്തെ പത്രവാർത്ത കണ്ടില്ലയോ? ഓഹരി കൊടുക്കാത്ത അപ്പനെ ഉള്ളാര് കൊന്നുകളയും, അമ്മേനെയും കൊല്ലും. കാര്യം ക്ലിയറായില്ലയോ? എത്ര ക്ലിയറായി? അത് കഴിഞ്ഞ് ചെറുപ്പക്കാരെയും കൊന്നുകളയും. സ്വോത്രം. അതിന് നിങ്ങളുടെ അടുത്തൊരു സ്ഥലമുണ്ട്, പളുകലും മത്തമ്പാലയും. കേട്ട വല്ലവരും ഉണ്ടോ? ഈ 2 സ്ഥലം. പളുകൽ CSIയിൽ ഒരു പയ്യനുണ്ടായിരുന്നു. സ്വോത്രം. മിണ്ടുന്നില്ല. നിങ്ങൾ ചൊവ്വായിൽ നിന്ന് വന്നതാ, ചെന്നൈയിൽ നിന്ന് വന്നവരാ. സ്വോത്രം. മത്തമ്പാല ഒരു പെങ്കൊച്ചും ഉണ്ടായിരുന്നു. എല്ലാവരും കാര്യം മനസ്സിലാക്കണം. സ്വോത്രം. ഈ ചെറുക്കനും പെണ്ണൂടെ ഭയങ്കര അടുപ്പമായിരുന്നു. അപ്പം ഇവൻ പാവപ്പെട്ട് പഠിച്ചുകൊണ്ടിരുന്ന പയ്യനോ. സ്വോത്രം. അവൾക്ക് നല്ലൊരു പട്ടാളക്കാരൻ്റെ കല്യാണാലോചന വന്നു. യവനൊട്ട് വിടത്തുമില്ല. അവസാനം മത്തമ്പാലയിലെ പെങ്കൊച്ചെന്തോ ഇത് യവനെ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലെ കഷായം കൊടുത്ത്. മിണ്ടുന്നില്ല. സ്വോത്ര. തമിഴ്നാട്ടിൽ നടന്ന സംഭവം. പേപ്പർ ആരും വായിച്ചില്ലല്ലോ. സ്വോത്ര. ഈ പാവപ്പെട്ടവനെ കൈകാര്യം ചെയ്തില്ല. അവൻ്റെ ചേട്ടൻ സഹിതം എൻ്റെ പ്രസംഗം കേട്ട പളുകലും കന്നുമാമൂടും എല്ലാം. പളുകൽ ആദ്യകാലത്ത് ഞാൻ CSI പ്രസംഗിച്ച തൊട്ടടുത്ത് കന്നുമാമൂട്, നെടുവാൻവിള, കൊടവിളാകം എല്ലാം ഞാൻ പ്രസംഗിച്ച. പിള്ളേരെല്ലാം എൻ്റെ കൺവെൻഷൻ കേൾക്കാൻ വരുന്നത്. ഞാനും ഞെട്ടിപ്പോയി. സ്വോത്രം. ആ പാവപ്പെട്ട പയ്യനെ കൈകാര്യം ചെയ്തില്ലേ മത്തം പാലക്കാരി പെങ്കൊച്ച്. വാലിബ കുളന്തകൾ ഇங்கே இருக்குது. ഇറച്ചിപ്പാലത്തും തടിക്കാർ കോണത്തും സ്രായംകുടിയിലും കോളേജിൽ പോകുന്ന വാലിബന്മാരോട് പറയാ, കണ്ട പെങ്കൊച്ചിൻ്റെ കൂടെ കൂട്ടുകൂടാൻ പോയാൽ നിനക്കും കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല കഷായം കിട്ടും. സ്വോത്രം. പിന്നെ കർത്താവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. സ്വോത്രം. കണ്ടോ മത്തമ്പാലക്കാരി പെങ്കൊച്ച് ചെയ്തത്? നല്ല ബുദ്ധിയായിട്ട് ഇപ്പോൾ കേരളത്തിൽ കിടപ്പുണ്ട്. സ്വോത്രം. ഇപ്പോൾ ജാമ്യം കിട്ടി അവൾക്ക്. എന്തോ സ്വോത്രം. തീർന്നില്ല. അതുകൊണ്ട് കാലം മോശമല്ലയോ? നല്ല കാലമൊക്കെ മാറിയില്ലയോ? ബാക്കി പറഞ്ഞുതരാം. മലയാളികൾ. അമ്പൂരിയിലൊരു പട്ടാളക്കാരനുണ്ടായിരുന്നു. സ്വോത്രം. ആണുങ്ങൾ ശരിയല്ല. അമ്പൂരിയിലെ പട്ടാളക്കാരനുണ്ട്. അവന് നെയ്യാറ്റിങ്കരയുള്ളൊരു പെങ്കൊച്ചുമായിട്ട് നല്ല അടുപ്പമായിരുന്നു. സ്വോത്രം. അവൻ നല്ല വീടൊക്കെ വെച്ചപ്പോൾ ഏതോ ഒരു ഗൾഫുകാരൻ്റെ മകളുടെ കല്യാണം ഉറച്ചു വന്ന്. എവളോട് മാറാൻ പറഞ്ഞിട്ട് അവൾ മാറത്തില്ല. ഞാൻ എൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ട സംഭവം. അവൻ നെയ്യാർ ഡാമിൽ കൊണ്ടുപോയി നല്ലതുപോലെ ആഹാരം വാങ്ങിച്ച് അതിനുശേഷം എന്തോ ഇതെന്നറിയാം ഐസ്ക്രീമും മേടിച്ചു കൊടുത്ത്. അവന് പുതിയ പെര വെച്ചുകൊണ്ടിരുന്നതാണ്. നല്ലൊരു സെപ്റ്റിംഗ് ടാങ്ക് നേരത്തെ കുഴിയെടുത്തിട്ടുണ്ട്. ഈ പാവപ്പെട്ട പെങ്കൊച്ചിനെമാർ 3 പേരൂടെ കഴുത്ത് ഞെരിച്ചു. സ്വോത്രം. കഴുത്ത് ഞെരിച്ചിട്ട് എന്താ ഇതെന്നറിയാമോ? നല്ല പരിപാടി ചെയ്തവന്മാർ. സെപ്റ്റി ടാങ്കിൽ കൊണ്ടിട്ട് 4 ആൾക്ക് ഉപ്പൂടെ അതിൻ്റെ മേളിൽ ഇട്ട്. സ്വോത്രം. കേരള പോലീസ് മൊത്തം അന്വേഷിച്ചു. സ്വോത്രം. ഞാൻ തേക്ക് പാറ എന്ന് പറയുന്ന അമ്പൂരി അടുത്ത് കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പം സ്വോത്രം. രാവിലെ അവിടെ തട്ടുകടയിൽ നല്ല ചൂട് ചായ ഇട്ട്. ഇങ്ങ വന്നപ്പോൾ അരുമയാൻ ഊളിയക്കാരൻ ഫ്ലാസ്കുള്ള ചായ തരുക. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ നിർത്തേണ്ട സമയം. സ്വോത്രം. അവിടെ ഞാൻ തേക്ക് പാറ തട്ടുകട ചായ കുടിച്ചുകൊണ്ടിരിക്കും. പോലീസ് വണ്ടി പടപടാ വരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൺവെൻഷൻ നടക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ DYSPയോട് ഞാൻ ചോദിച്ചു, സാറേ കഴിഞ്ഞ ദിവസം ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പിന്നെ വണ്ടി വന്നിട്ട് പോകുന്നു, ഷാഡോ വണ്ടി, എന്തുവാ സംഭവം എന്ന്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ചോദിക്കുക, പ്രസംഗിക്കുന്ന ആൾക്ക് പ്രസംഗിച്ചാൽ പോരെന്ന് ആ DYSP. അപ്പം ഞാൻ ചോദിച്ചു, സാറിൻ്റെ പേരെന്തുവന്ന്. അപ്പോൾ പുള്ളിക്ക് എന്തോ ഒരു സംശയം തോന്നി. അപ്പോൾ എന്നോട് ചോദിച്ചു, താങ്കൾ പ്രാസംഗിക്കാനാണെന്ന കാര്യമില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരൻ്റെ മകൻ പോലീസിൽ DYSPയാണ്, റേഞ്ച് IG എൻ്റെ സുഹൃത്തുവാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് പുള്ളി വളരെ സമാധാനമായി. സ്വോത്രം. അപ്പം ഞാനൊരു പൗരനെന്ന നിലയ്ക്ക് സാറിനെ ഇറിറ്റേറ്റ് ചെയ്യല്ല. ഒരു പൗരനെന്ന നിലയ്ക്ക് 2 ദിവസമായിട്ട് ഞങ്ങളിവിടെ യോഗമുണ്ട്. സാറിൻ്റെ വണ്ടി ഇങ്ങനെ പോകുന്നതുകൊണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, പാസ്സാണോ? ഞാൻ പറയും പാസ്സാണ്. ഒരു പെങ്കൊച്ചിനെ നെയ്യാറ്റിൻകരയിൽ നിന്ന് മിസ്സായിട്ടുണ്ട്.
ഇവിടെ വരെ അവിടെ ടവറുണ്ട്, എവിടെയാണെന്ന് അറിയാൻ വയ്യ, അതിനു വേണ്ടി ഞാൻ കറങ്ങി വന്നു. സ്വോത്രം. 4 ദിവസം കഴിഞ്ഞപ്പോൾ സൈബർ റോഡ് എടുത്തപ്പോൾ പട്ടാളക്കാരൻ്റെ വീട്ടുമുറ്റത്ത് പോലീസ് വണ്ടി ചെന്ന്. സ്വോത്രം. അവിടം വരെ ബാഗിയോടെ സിഗ്നൽ ഉണ്ടായിരുന്നു. പോലീസുകാർ JCB കൊണ്ടുവന്ന് നോക്കിയപ്പോൾ നെയ്യാറ്റിൻകരക്കാരെ പെങ്കൊച്ച് ഉപ്പിൻ്റെ അടിയിൽ കിടപ്പുണ്ട്. സ്വോത്രം. അതുകൊണ്ട് ഇവിടുത്തെ പെമ്പിള്ളാരോടും പറയുക, ആവശ്യമില്ലാത്തവൻ്റെ കൂടെ കമ്പനി കൂടാൻ പോയാ അമ്പൂരിയിലെ പെങ്കൊച്ചിൻ്റെ തലയിൽ ഉപ്പിയാക്ക് വീണോല് നിങ്ങളുടെ തലയിലും ഉപ്പിയാക്ക് വീഴും. പ്രാർത്ഥിച്ചോണ്ടാൽ മതി. ഇത്രയൊക്കെ മതി. വാലിബ കൊളുവിനാർക്ക് ഇന്നലെ ഇത്രയും പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് വരികയില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി സ്ഥലം ഇടുന്നോണ്ടാ പറഞ്ഞ്. ആരാരെ കൊല്ലും? അപ്പൻ മക്കളെ കൊല്ലും, മക്കൾ അപ്പനെ കൊല്ലും. കണ്ട ചെറുപ്പക്കാർ തോളെ കൈയിടാൻ പോയ പെമ്പിള്ളാർക്ക് ഇതാകതി. വാലിബ കുളന്തകളോടും പറയുക, വല്ല എഞ്ചിനീയറിങ്ങിനും അതിന് തക്കലെ പോയിട്ട് കണ്ടോരാ മത്തമ്പാലക്കാർ പെങ്കൊച്ച് വഹിച്ചോണം നിന്നെയും കൈകാര്യം ചെയ്യും. സ്വോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. മക്കൾ അപ്പനെ കൊല്ലും, അപ്പൻ മക്കളെ കൊല്ലും. ദുഷ്കാലം തീർന്നില്ല, ലോകം തീരാൻ പോവാ. ഇവിടെ അടുത്ത് പൂവാറെന്ന് പറയുന്ന സ്ഥലമുണ്ട്. പൂവാറിനകത്ത് പഞ്ചായത്ത് സെക്രട്ടറി ഉണ്ട്, മാറിയെന്നറിയത്തില്ല. അവരെ വീട്ടിന് മുൻപിൽ ഞാൻ പ്രസംഗിച്ചതാ, അവരെ ചർച്ചിലും ഞാൻ പ്രസംഗിച്ചതാ. പരണീയം ചാണി CSI അവിടെ പ്രസംഗിക്കുമ്പോൾ അവർ വീട്ടുകാർക്ക് ഭയങ്കര സന്തോഷമാണ്. അവരുടെ ബ്രദറൊക്കെ അച്ഛനാ, എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. സ്വോത്രം. അവർ ആദ്യ ഹോമിയോ ഡോക്ടറായിരുന്നു, ഇപ്പം എനിക്കറിയത്തില്ല സാറിന്. അവരന്ന് പൂവാറിലെ പഞ്ചായത്ത് സെക്രട്ടറിയാണ് യോഗമുള്ളപ്പോൾ. ഒരു ദിവസം ഒരു നമ്പറിനകത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ കർത്താവ് വരാറായെന്ന്. ഞാൻ അപ്പോൾ ചോദിച്ചു, സാറിന് ദർശനം വല്ലതും കിട്ടിയൊന്ന്? സ്വോത്രം. അപ്പോൾ പറയുക, ഞങ്ങളുടെ പൂവാറിൽ 9 മാസവും 9 ദിവസവും 9 വിനാഴികയെ നൊന്ത് പ്രസവിച്ച കൊച്ചിന് 3 ലക്ഷം രൂപയ്ക്ക് വിറ്റ മാതാപിതാക്കൾ പൂവാർ. റെഡിയായോ മക്കളെ? കർത്താവ് ഈ തലമുറ വരും. ക്ലിയറായോ? 1 അവയവ കച്ചവടം, 2 മക്കളെ കച്ചവടം, 3 കാശിന് വേണ്ടി മനുഷ്യനെ കൊല്ലുന്നു. അപ്പൻ മക്കളെയും മക്കൾ അപ്പനെയും കൊല്ലിക്കുന്ന കാലം വരും. പൗലോസ് പറഞ്ഞു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ആൻറ്റി ക്രൈസ്റ്റ് വരുന്നതിന് മുട്ടാണ് ഇത് സംഭവിക്കുന്നത്. ഇനി എൻ്റെ പ്രസംഗം അതല്ല. അവൻ വന്നാൽ, ഇന്നലെ ഞാൻ മിലിറ്ററി പറഞ്ഞു, 2 ദൈവാലയം പറഞ്ഞു. ഇനി അവൻ വന്നാൽ ഒരു സംഭവം എൻ്റെ കിട്ടും. അന്തിമയുദ്ധത്തിൻ്റെ റിയാക്ടർ. മോൻ തിരിച്ചു പറയണം. വെളിപ്പാട് പുസ്തകം 6-ന്റെ 4-ാമത്തെ വാക്യം, വായിച്ച വാക്യത്തിൻ്റെ 2-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഞാനൊരു ചുവന്ന കുതിരയെ കണ്ടു, അതിന്മേൻ്റെ കയ്യിൽ മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ സമാധാനം. അടുത്ത വാക്യം മോനെന്ന് വായിച്ചാട്ടെ. 6-ന്റെ 4-ാമത്തെ വാക്യം. ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയേണ്ടതിന് അവന് അധികാരം ലഭിച്ചു. അടുത്തത്, ഒരു വലിയ വാളും അവന് കിട്ടി. പട്ടയ അതണ്ട, വലിയ വാൾ അവന് കിട്ടി. തമിഴ് ബൈബിളെല്ലാം നോക്കിക്കോണം. അവ ഊരമ്പ് ചന്തയെന്ന് മേടിച്ചതല്ല, മാർത്താണ്ഡത്തെന്ന് മേടിച്ചതല്ല. ഒരു വാൾ അവന് കിട്ടി. ഇതാ പ്രസംഗം. ഏതാ വാൾ? ഇന്ന് രാത്രി എല്ലാവരും ഗഗനമാ ദൈവവചനത്തെ കൊടുക്കണം. യൂറോപ്യൻ യൂണിയൻ 29 രാഷ്ട്രങ്ങളാണ്. മേജർ 12, ബെൽജിയം, ഫ്രാൻസ്, ഇറ്റലി, ഈസ്റ്റ് ജർമ്മനി, ലംസംബർഗ്, നെതർലൻഡ്, പോർച്ചുഗൽ, സ്പെയിൻ, ഡെൻമാർക്ക്, ഗ്രീസ്, അയർലൻഡ്, ബ്രിട്ടൻ. യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു, ചേട്ടാ അനിയ നമ്മളൊരു സ്ട്രെങ്തായിട്ട് നിൽക്കണം. നാട്ടുകാർ നമ്മളെ ആക്രമിക്കാൻ വന്നാൽ അവരെ തകർക്കുവാൻ ഒരാണവ റിയാക്ടർ ഉണ്ടാക്കണം. 2004 അവർ അത് പണി തുടങ്ങി. 2009 കമ്മീഷൻ ചെയ്തു. യോഗം കഴിഞ്ഞ് ഗൂഗിളിൽ അടിച്ചാൽ കിട്ടും. തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. അത് യൂറോപ്പിനകത്ത് എവിടെയോ ഇരിപ്പുണ്ട്. പക്ഷെ ഇപ്പം അത് ആൻറ്റി ക്രൈസ്റ്റിൻ്റെ പട്ടാളക്കാർക്ക് കൊടുക്കത്തില്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, അതാ വിശുദ്ധ ബൈബിൾ, അവൻ കൊണ്ടുവന്ന നല്ല ഒരു വലിയ വാൾ. Do not a small weapon. That means a high simultaneous weapon. അതാ വലിയ വാൾ. തെർമോ ഇൻ്റർനാഷണൽ ന്യൂക്ലിയർ എക്സ്പാൻഷൻ റിയാക്ടർ. പഠിക്കുന്ന മക്കൾ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഇതിന് 4 തലങ്ങളുണ്ട്. ഒരേ സമയം 4 ധാതുലവണമിട്ടാൽ നമ്മൾക്ക് ബോംബ് ഗ്രനേഡും കിട്ടും. ഇടുന്നത് തോറിയം, 2 യുറേനിയം, 3 പ്ലൂട്ടോണിയം, 4 പ്രൊട്ടറ്റീനിയം. ഇത് 4 വിട്ടാൽ മിനിറ്റ് കൊണ്ട് ബോംബ് കിട്ടുന്ന ഒരു സംവിധാനം ഇന്ന് യൂറോപ്പിനകത്തിരിപ്പുണ്ട്. പക്ഷെ ഇപ്പം അത് കിട്ടത്തില്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എതിർ ക്രിസ്തുവിൻ്റെ കയ്യിൽ ഈ ആറ്റം വെപ്പൺ കിട്ടും, ഒരു വലിയ വാളും. ഇനി എല്ലാവരും മനസ്സിലാക്കണം, ആറ്റം ഇവിടെ ഒന്ന് പൊട്ടിയാൽ എല്ലാവരും അതിലേക്ക് വരണം. ഏകദേശം 18,000 ആറ്റമായുധം ലോകത്തിനകത്ത്. തമിഴ്നാട്ടിലെ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ സ്കൂളിലും കോളേജിലും പോകുന്ന ഹൈഡ്രജൻ ബോംബ്. 18,000 ആറ്റമായുധങ്ങൾ. അതിൻ്റെ പ്രത്യേകത, ഇന്ത്യക്കുമുണ്ട് ആണവായുധം, അമേരിക്കയ്ക്കുമുണ്ട്, ഇസ്രയേലിനുമുണ്ട്. 18,000 ആണവായുധങ്ങൾ ലോകരാജ്യങ്ങൾക്ക്. ഇനി അടുത്തത് കേൾക്കണം. അതിൻ്റെ പ്രത്യേകത എന്താ?
ഈ ആണവായുധം പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഇനി പ്ലെയിനൊന്നും വേണ്ട, മിഗ് വേണ്ട, മിറാഷ് വേണ്ട, ഒരു വിമാനവും വേണ്ട, സാറ്റലൈറ്റിനകത്ത് ആറ്റമായുധം. അഥവാ നിങ്ങളുടെ വീട്ടിൽ എയർടെല്ലിൻ്റെ കുടയുണ്ട്, സൺ ഡയറക്റ്റിൻ്റെ കുടയുണ്ട്. ഇത് ചെന്നൈയിൽ നിന്നാണ് പ്രക്ഷേപണം ചെയ്തത്. പക്ഷേ കുട വഴി വരണമെങ്കിൽ സിംഗപ്പൂരിൽ പോയിട്ടാണ് വരുന്നത്. അതാണ് നിങ്ങളുടെ കുട വഴി താഴെ ഇറങ്ങുന്നത്. അപ്പോൾ ആകാശത്തിലെ സാറ്റലൈറ്റാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇന്നത്തെ ടെക്നോളജി സാറ്റലൈറ്റിലെങ്കിൽ ആ സാറ്റലൈറ്റ് ആകാശത്ത് കിടപ്പുണ്ട്. അതിന് കയറും വേണ്ട, വയറും വേണ്ട, അതിങ്ങനെ നിയന്ത്രിക്കും. അതുപോലെ ഇന്ന് കൊറിയക്കാരൻ സാറ്റലൈറ്റിനകത്ത് ബോംബ് വെച്ചിട്ടുണ്ട്, അതുപോലെ അമേരിക്കക്കാരനും വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊറിയയുടെ പ്രസിഡന്റ് പോകുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ റിമോട്ട് കാറിട്ട് ഞെക്കുന്ന പോലെ കൈക്കകത്ത് ഒരു റിമോട്ട് ഇരിപ്പുണ്ട്. സ്വോത്രം. അന്നേരം എന്നാൽ അമേരിക്കൻ ട്രംപ് പറഞ്ഞത് അവൻ്റെ കൈ ഒരു റിമോട്ടെങ്കിൽ എൻ്റെ 2 റിമോട്ടുണ്ടെന്ന്. സ്വോത്രം. നിൻ്റെ മണ്ടക്കടിക്കാനുണ്ടെന്ന് അമേരിക്ക ട്രംപ് ഇന്നാൾ കൊറിയക്കാരനെ വെല്ലുവിളിച്ച. സ്വോത്രം. അങ്ങനെയെങ്കിൽ മിഗും വേണ്ട, മിറാഷും വേണ്ട. കൊറിയയിലെ പ്രസിഡന്റ് വിചാരിക്കുക ഇന്നൊരെണ്ണം നമുക്ക് പാറശാല ഇടണം. വേണ്ട, ആകാശത്തിൽ കൂടെ കുഞ്ഞുങ്ങൾ റിമോട്ട് കാർ നിങ്ങളുടെ വീട്ടിൽ ഓടിക്കുന്ന പോലെ സാറ്റലൈറ്റിനെ നീക്കാനുള്ള ടെക്നോളജി ഉണ്ട്. ഇന്നത്തെ കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും വലിയ ടെക്നോളജി സൂപ്പർസോണിക് ടെക്നോളജി. അതുവഴി നിർത്തിയാൽ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ സൺ ടി വിയിൽ നിന്ന് സിഗ്നൽ വരുന്നത് പോലെ ആകാശത്തിൽ നിന്ന് സാറ്റലൈറ്റ് വഴി ഏറ്റവും നന്നായിട്ട് ബോംബിടാവുന്ന ടെക്നോളജി. സ്വോത്രം. അതുകൊണ്ട് ഒരു രാജ്യവും സുരക്ഷിതമല്ല. പിന്നെ നിൽക്കുന്നത് കർത്താവിൻ്റെ കരുണയാണ്. അതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. അതുകൊണ്ട് രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ പാടുന്നു മനമേ പക്ഷി കിണങ്ങ്. രാത്രി കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റതിന് സന്തോഷം. ഇന്ന് പാട്ടില്ല. നമ്മൾ ആദ്യം എഴുന്നേറ്റ് കഴിഞ്ഞാൽ പാട്ടല്ല നോക്കുന്നത്, മൊബൈലാണ് നോക്കുന്നത്. സ്വോത്രം. സന്തോഷമില്ലല്ലോ. ഞങ്ങളെപ്പോലുള്ള ഉപദേശിച്ചാൽ ആദ്യം രാവിലെ നോക്കുന്നത്. അതിൻ്റെ അർത്ഥം പണ്ട് കവറാണ് വരുന്നത്, ഇന്ന് ഗൂഗിൾ പേയാണ് വരുന്നത്. സ്വോത്രം. രാത്രി എവിടെന്നെങ്കിലും ഗൂഗിൾ പേ വന്നിട്ടുണ്ടോ എന്ന് രാവിലെ എടുത്ത് നോക്കി. സ്വോത്രം. പണ്ട് രാവിലെ എഴുന്നേറ്റ അപ്പച്ചനും അമ്മച്ചി അരുമയാണ് പാടൽ മനമേ പക്ഷി കിണങ്ങ്. സ്വോത്രം. അതുകൊണ്ട് രാത്രിയിൽ കരുതുന്ന ദൈവം രാവിലെ വിശ്വസ്തയോടെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം ഇന്ന് രാത്രി ഏത് സമയം മാറ്റം പൊട്ടും. അടുത്ത ഭാഗം ശ്രദ്ധയോടെ കേൾക്കണം. 2013 എല്ലാവരും മനസ്സിലാക്കണം. 2013 ഇറാൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു അഹമ്മദ് നിജാദി. അതിനുശേഷം ഇബ്രാഹിം അൽ റൈസി. അവൻ വന്നിട്ട് പറഞ്ഞു ഇസ്രയേലിനെ 1/2 മണിക്കൂർ കൊണ്ട് ഇറാൻ തീർക്കും. അന്ന് തൊട്ടായി പ്രശ്നം. ഇറാൻ്റെ ഒരു മിസൈലുണ്ട്, എല്ലാവരും നോട്ട് ചെയ്യണം. ആ മിസൈലിൻ്റെ പേരാണ് ഷഗാബ് 3. അതിൻ്റെ പ്രത്യേകത 4500 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കും. അർത്ഥം പശ്ചിമേഷ്യ മുഴുവൻ വീഴും, ഇന്ത്യ വരെ എത്തത്തില്ല. ആ ഒരു മിസൈലാണ് ഷഗാബ് 3. അപ്പോൾ ഇറാനും ഇസ്രയേലുമായിട്ടുള്ള ദൂരം എത്ര ഉണ്ടെന്നറിയോ? വെറും 1900 കിലോമീറ്റർ ഉള്ളു ഇറാനും ഇസ്രയേലും. ഇറാൻ്റെ മേളിൽ നിന്ന് നേരെ ലെബനോൻ വഴി ഇപ്പുറത്ത് സിറിയ കൂടെ കയറി അതിർത്തി ചാടിയ ഒറ്റയടി ഇസ്രയേലിൻ്റെ ആദ്യത്തെ ബോർഡറിൽ കയറാം. 1900 കിലോമീറ്റർ. അതിൻ്റെ അർത്ഥമാണ് ഗോലാൻ കുന്ന്. അത് കണ്ടപ്പോൾ ഇസ്രയേലിന് പേടി. എല്ലാവരും ഈ കഥ കേൾക്കണം. എല്ലാവരും പേടിച്ചു പോയി. ഇവൻ്റെ കയ്യിൽ ഷഗാബ് 3 കിട്ടിയാൽ എന്ത് ചെയ്യും? ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി മുതലമച്ചർ ബെഞ്ചമിൻ നെതന്യാഹു അവിടുത്തെ പോലീസ് ഓഫീസേഴ്സ് സയൻറ്റിസ്റ്റിനെ മുഴുവൻ വിളിച്ചിട്ട് പറഞ്ഞു അയ്യോ ഇസ്രായേലിനെ തകർക്കുവാൻ ഇറാൻ്റെ കയ്യിൽ ഷഗാബ് 3 മിസൈൽ. അതിനുവേണ്ടി നമ്മൾക്ക് ഒരു കവചം ഒരുക്കണം. അവർ പട്ടാളക്കാരും പോലീസുകാരും പറഞ്ഞു സാറ് വിഷമിക്കേണ്ട, നമ്മുടെ എല്ലാ വീട്ടിലും ബങ്കറുണ്ട്. ബങ്കർ ബസ് സ്റ്റോപ്പിലും ഉണ്ട് ഇസ്രായേൽ ബങ്കർ. അതുകൊണ്ടാണ് എവിടെങ്കിലും ഷെല്ല് വീഴുമ്പോൾ മലയാളി പെൺകൊച്ചുങ്ങൾ അപ്പച്ചനെ തൂക്കിയിട്ട് ഒറ്റ പോക്ക് താഴെ ഗുഹയിലോട്ട് ദാനിയേൽ ശിംഖക്കുഴി പോയോല ഇസ്രായേലിനകത്തെല്ലാം പോകുന്നത്. ഇതൊക്കെ ടെലിവിഷൻ കാണണം, അല്ല നാട്ടിലുള്ള സീരിയൽ കാണാതിരിക്കരുത്. സ്വോത്രം. അതുകൊണ്ടാണ് ഇന്ന് തമിഴ്നാട്ടിൽ അനേക കുഞ്ഞുങ്ങൾ ഇസ്രായേൽ. ഈ മാർത്താണ്ഡ കളിക്കാവുള്ള എത്ര പേര് എന്നോട് പ്രസംഗം കേൾക്കുന്നുണ്ട്, അവരും ഇസ്രായേൽ. അതുകൊണ്ടാണ് ദാനിയേൽ ശിംഖക്കുഴി ചാടിയാൽ അമ്മച്ചാട്ട് ഒറ്റ പോക്ക് മേള് പിന്നെ കുട്ടുവത്തിന് ഷട്ടറിലിട്ടോളം ഒറ്റ ഇട്ട് AC ഓണാക്കുക. സ്വോത്രം. അതാ ബങ്കർ. അവിടെ റേഡിയേഷൻ ബോംബും വരത്തില്ല. എല്ലായിടത്തും ഉണ്ട്. ഇസ്രായേൽ ബസ് സ്റ്റോപ്പിലുമുണ്ട്, മാളിലുമുണ്ട്. അങ്ങനെ ഒരു സ്ഥലമായി ഇസ്രായേൽ. എല്ലാ വീട്ടിലുമുണ്ട്. അവർ പറഞ്ഞു സാറേ ഇവരെല്ലാം ബങ്കറിലാക്കുക. അപ്പോൾ പ്രസിഡന്റ് ചോദിച്ചു 1 മാസം യുദ്ധം ഉണ്ടായാൽ നിങ്ങൾ ബങ്കറിലാക്കൂ? അവർക്ക് വെള്ളവും വെളിച്ചവും വേണ്ടേ? അതുകൊണ്ട് ഈ റേഡിയേഷൻ ഏക്കാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം. എല്ലാവരും കേൾക്കണം. അപ്പം അവർ പറഞ്ഞ 8 അടി കോൺക്രീറ്റ്. പ്രസിഡന്റ് പറഞ്ഞാൽ ഇസ്രായേലിലെ പ്രധാനമന്ത്രി നടക്കത്തില്ല. അപ്പോൾ യഹൂദനാര അവനെ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ. ഇന്ന് രാത്രി നമ്മൾ കൺവെൻഷൻ ചെയ്തികൾ കടസിക്കാലം കേൾക്കുമ്പോൾ അവരൊരു കാര്യം ചെയ്തു. ഇസ്രയേലിനകത്ത് ഏകദേശം 1 കോടി പേരുണ്ട്. 97 ലക്ഷം പേരെങ്ങാണ്ട് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടെല്ലാം കൂടെ. യഹൂദൻ മാത്രം 90 എത്തി. എല്ലാവർക്കും ഇല്ല, സകല യഹൂദന്മാർക്കും ധരിക്കാൻ ഒരു കുപ്പായം ഇസ്രയേൽ തയ്പ്പിച്ചു. അതിൻ്റെ പേരാ ലഡിൻ്റെ കുപ്പായം, കറുത്തിയം. എല്ലാവരും കേൾക്കണം. കൊല്ലങ്കോട് ഊരമ്പ് ടെലിവിഷൻ ശരിയാക്കാൻ അല്ലെങ്കിൽ ആംപ്ലിഫയർ ശരിയാക്കാൻ പോകുമ്പോൾ വയറുകൾ അല്ലെങ്കിൽ കോയിലുകൾ ഒട്ടിക്കുന്ന ഒരു സാധനമുണ്ട്. അതിൻ്റെ പേരാ ലഡ്, കറുത്തിയം.
ക്ലിയർ ബൈബിളും സയൻസും. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു, എല്ലാവർക്കും കുപ്പായം കൊടുത്തു. അപ്പോൾ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ ആരാ? മിണ്ടുന്നില്ലല്ലോ. കാൽക്കുലേറ്റർ കണ്ടുപിടിച്ച മില്ലറാണോ? റേഡിയോ കണ്ടുപിടിച്ച മാർക്കോണിയാണോ? അല്ലെ ആപ്പിൾ വീണ ന്യൂട്ടനാണോ? ആപ്പിൾ ന്യൂട്ടൻ്റെ തലേ വീണെന്നും പറഞ്ഞ് ചക്കയുടെ ചവിട്ടിലങ്ങ് നിൽക്കരുത്, തല വീണ് കഴിഞ്ഞ് കാര്യം പോകും. സ്വത്രം. പണ്ടൊരു പയ്യൻ പറഞ്ഞാൽ ഞാൻ ഗുരുത്വാകർഷണ സിദ്ധാന്തം പഠിക്കാൻ പോകുമെന്ന് എന്നോട് പറയുക, സാറേ ഞാൻ പ്ലാവിൻ്റെ ചവിട്ടി ഇരിക്കാൻ പോവാ, ചക്ക എങ്ങനെ വീഴുന്നെന്ന് അറിയാനായിട്ട്. ഞാൻ പറയും നിൻ്റെ കാര്യം 108 ആംബുലൻസിലാന്ന്. സ്വത്രം. ന്യൂട്ടൻ്റെ തലേ ആപ്പിൾ വീണിട്ട് ഗുരുത്വാകർഷണ സിദ്ധാന്തം ഗ്രാവിറ്റി ആവും പഠിച്ചെന്ന്. സ്വത്രം. ഒരു പയ്യന് ഫിസിക്സ് ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഒരു പയ്യൻ എന്നോട് പറയാം പ്ലാവിൻ്റെ കിട്ടിയിരിക്കുകയെന്ന്. ഞാൻ പറഞ്ഞു അപ്പനോടും അമ്മയ്ക്ക് നുണ്ടെഴുതി കൊടുത്തിട്ടിരുന്നോളെ. സ്വത്രം. ഐസക് ന്യൂട്ടൻ അല്ല. അത് കഴിഞ്ഞിട്ട് സ്വത്രം അമേരിക്ക കണ്ടുപിടിച്ച ക്രിസ്റ്റഫർ കൊളംബസ് അല്ല, ആദ്യത്തെ ശാസ്ത്രജ്ഞനായ യാക്കോബ്. പറഞ്ഞു തരാം. അപ്പനെ പറ്റിച്ച് ചേട്ടനെ പറ്റിച്ച അമ്മായിയപ്പനായ ലാബാൻ്റെ വീട്ടിൽ ചെന്നു. ലാബാൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ 2 കാര്യം നടന്നു. ഒന്ന്, ലാബാൻ്റെ ആടുകൾക്കെല്ലാം വല്ലാത്ത രോഗം വന്നു. സ്വത്രം. അത് കഴിഞ്ഞിട്ട് കണ്ടല സർവീസ് സഹകരണ ബാങ്ക് പൊട്ടിയോലെ ലാബാൻ ഇട്ടിരുന്ന ബാങ്കും അങ്ങ് പൊട്ടി. സ്വത്രം. ഒരു രക്ഷയില്ല. അവസാനം ലാബാൻ യാക്കോബിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ പൊന്നു കുഞ്ഞെ ബാങ്കിലെ കാശും പോയി, ആടിനെല്ലാം വല്ലാത്ത രോഗം. അന്നേരം യാക്കോബ് പറഞ്ഞ് പ്രതിഫലമില്ലാതെ ശുശ്രൂഷയില്ല. സ്വത്രം. പെങ്കൊച്ചിനുങ്ങളെ കല്യാണം കഴിച്ച് തരാമെങ്കിൽ ആട്ടിൻ്റെ കള്ളറിയാൻ മാറ്റിത്തരാം. എല്ലാവരും കേൾക്കണം. സ്വത്രം. യാക്കോബ് ഭയങ്കര ബുദ്ധിമാനാണ്. ഒരു ദിവസം ഉച്ചയ്ക്ക് ആട് വെള്ളം കുടിക്കാൻ വന്നു. യാക്കോബ് ഓക്കേ കലയ്ക്ക് കാടിക്കകത്ത് ഒരു പണി ചെയ്തു. എന്താ? പുന്നപടി ഞെരിഞ്ഞിൽ പടി. സ്വത്രം. ആട് വല്ലാതെ പേടിച്ചു പോയി, ചനയറ്റു. 6-ാം മാസം ആട് പ്രസവിച്ചു, കറുത്താടും വരയാടും. സ്വത്രം. അപ്പോൾ ആട്ടിൻ്റെ കളർ മാറ്റിയാരോ? രാജീവ് ഗാന്ധി സെൻറ്റർ ബയോടെക്നോളജി പൂജപ്പുരയല്ല, മണ്ണത്തി സർവകലാശാലയല്ല, MGR യൂണിവേഴ്സിറ്റി ചെന്നൈയുമല്ല, ആദ്യത്തെ ആട്ടിൻ്റെ കളർ മാറ്റിയവനോ യാക്കോബ് ശാസ്ത്രജ്ഞൻ വല്യപ്പൻ. അവൻ്റെ കൊച്ചുമക്കളാ ഇന്നത്തെ ഇസ്രയേൽ. അന്നത്തെ കാലത്ത് ആട്ടിൻ്റെ കളർ മാറ്റിയവനാ. ഇന്ന് അവൻ ലോകത്തെ എന്തോ മിണ്ടുന്നില്ലല്ലോ. സ്വത്രം. അതുകൊണ്ടാണ് ഭയങ്കര ബുദ്ധിയാ, അവനോട് ജയിക്കാൻ ആരെ കൊണ്ടും പറ്റത്തില്ല, അത്ര ബുദ്ധിയാ. അപ്പോൾ ആദ്യത്തെ ശാസ്ത്രജ്ഞനായ യാക്കോബ് ആട്ടിൻ്റെ കളർ മാറ്റിയ ശാസ്ത്രജ്ഞൻ. അതുകൊണ്ട് ഇന്ന് ഇസ്രയേലിനകത്ത് സകല മനുഷ്യർക്ക് റേഡിയേഷൻ ഏകാതിരിക്കാൻ അരുമയാന കുപ്പായം, ലഡിൻ്റെ കർത്തിയം. അതുകൂടെ കേൾക്കണം. 1 മിനിറ്റ്. ഇസ്രയേൽ അത് ടെസ്റ്റ് ചെയ്ത് എവിടെ? സീനായി മരുഭൂമി. അവിടെ മരിച്ചവരുടെ ചില ശവശരീരം, അതിനകത്ത് നമ്മൾ ഈ രാത്രി ബൈക്കിൽ കോട്ടിടുന്ന പോലെ കർത്തിയത്തിൻ്റെ കോട്ടിട്ട് അവിടെ അങ്ങോട്ട് കിടത്തി ഇസ്രയേലിൻ്റെ വിമാനം റേഡിയേഷൻ കൊടുത്ത് ക്യാൻസറിന് കൊടുക്കുന്നത് പോലെ കൊബാൾട്ട് റേഡിയേഷൻ കൊടുത്തിട്ട് പരിശോധിച്ചു. ഈ കോട്ടിനകത്ത് അടിച്ചല്ലാതെ ചത്ത ശരീരത്തിലെത്തിയില്ല. ബെഞ്ചമിൻ പറഞ്ഞു രക്ഷപ്പെട്ടു. നമ്മുടെ എല്ലാവർക്കും ഈ ഇറാൻ്റെ മിസൈൽ, ലോകത്തിൻ്റെ മിസൈലേക്കാതിരിപ്പാൽ, ഒരു ബുള്ളറ്റേക്കാതിരിക്കാൻ ബുള്ളറ്റ് പോൽ പ്രൂവ് പോലെ റേഡിയേഷൻ. இந்த குமரி மாவட்டம் அருமையான ஊழியக்காரு, இந்த அருமையான வேலைக்காரு, നമുക്ക് ഏതെങ്കിലും കുപ്പായമുണ്ടോ? കേരളത്തിൻ്റെ കാര്യം പറയുകയും വേണ്ട. സ്വത്രം. നീ തമിഴ്നാട് ഒരു പരുവത്തി ദൈവകൃപയാൽ പോന്ന്. നമുക്ക് വല്ല കുപ്പായമുണ്ടോ? ഉള്ളത് പോകാതിരിപ്പാൻ പ്രാർത്ഥിച്ചോണ്ടാ മതി. നമുക്കൊരു കുപ്പായം കിട്ടി. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കൽവാറി സിൽവയിലെ ക്രൂശിപ്പാൻ ഒരേശുവിനെ കിട്ടി. പടയാളികൾക്ക് അവൻ്റെ വസ്ത്രം കിട്ടി. യൂദായ്ക്ക് 30 വെള്ളിക്കാശ് കിട്ടി. യേശുവിനെ ജനിപ്പിച്ചു മടക്കിയും ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇവിടെ ബാർ ഹോട്ടലുകാരനും കള്ളുകടക്കാരനും കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കി. എന്തായാലും എന്താ കൺവെൻഷൻ കൂട്ടങ്ങളുടെ 3-ാമത് രാത്രി നമുക്ക് കാൽവറിയിൽ നിന്ന് ഒരു കുപ്പായം കിട്ടി. അതിൻ്റെ പേര് രക്ഷയുടെ വസ്ത്രം. കരമുയർത്തുന്നവർക്കായി 1-ാമത്തെ ആദാം ഏദനിനകത്ത് രക്ഷയുടെ വസ്ത്രം ഇല്ലാതാക്കിയപ്പോൾ ഒടുക്കലത്തെ ആദാം കാൽവറിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി തൻ്റെ ദേഹമാകുന്ന തിരശീല നമുക്ക് വേണ്ടി ചിന്തി ഒരു കുപ്പായം കിട്ടി. ആ കുപ്പായം ആ രക്ഷയുടെ വസ്ത്രം. ആ രക്ഷയുടെ വസ്ത്രമുള്ളവനെ ചേർക്കാൻ യേശു മടങ്ങി വരാറായി. മാനസാന്തരപ്പെടുന്നവർക്കായി അന്ത്യകാലത്തിൻ്റെ പ്രസംഗം നെഞ്ചു കയറി പ്രസംഗിക്കുക. ഇനി ചങ്കവിളയോ ചൂഴാലോ കൊല്ലംകോട വചനം കേട്ടില്ലെന്ന് പറയരുത്. ലോകവും ബൈബിളും. അത് കഴിഞ്ഞിട്ട് ആറ്റമായുധം പൊട്ടിയാൽ 2 കാര്യം കൂടെ പറഞ്ഞ് ഇടവേളയിലേക്ക് പോകാം. ആറ്റമായുധം പൊട്ടിയാൽ 18,000 ആറ്റമിക് വെപ്പൺ സിറ്റുവേറ്റഡ് all over the world in continuously. America 3,000, Russia is also 3,000, Britain 2,000, then India 800, the neighbor state of India, Pakistan 140. അത് കഴിഞ്ഞ് ഇസ്രായേലിൽ ഇരിപ്പുണ്ട് 200 കൂടുതൽ. അവനും പറയുന്നത് ഞങ്ങൾ പൊട്ടിക്കുമെന്ന്. സ്വോത്രം. ഇതെല്ലാം അന്ത്യകാല തീരാറായി. ആറ്റം പൊട്ടിയാൽ മനുഷ്യൻ്റെ അവസ്ഥ വായിക്കാൻ മോനെ. പെന്തിക്കോസാരെല്ലാം കേൾക്കട്ടെ. കൊല്ലംകോടെല്ലാം ഉണർവ, വിടുതല, ആശീർവാദ. ലോകം തീരാറായി. പെട്ടകത്തിൻ്റെ വാതിലടയാറായി. ഈ ദിവസങ്ങളിൽ അപ്പച്ചൻ്റെ രക്ഷ ഏറ്റെടുത്തോണം. അരുമയാന മക്കളെ,
അതുകൊണ്ടായി സുവിശേഷം ഇവിടെ ഇത്ര ദിവസങ്ങളായിട്ട് മാറി മാറി കൊല്ലം കൂടി കളിക്കാവളെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. വായിക്കാം എസെക്കിയേൽ പ്രവചനം 39:14-15 ആറ്റ അഥവാ പട്ടയ വാള് മാറ്റമൊക്കെ പൊട്ടിയാൽ എന്തായിരിക്കും? എസെക്കിയേൽ 39:14-15 കുഞ്ഞു വായിച്ച ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് ആറ്റം പൊട്ടിയാൽ ദേശമെല്ലാം വെടിപ്പാക്കേണ്ടതിന് അതിൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ഈ ആറ്റമായുധം പൊട്ടിയാൽ ശേഷിച്ച ശവങ്ങളെ അടക്കുവാൻ ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്ന നിത്യ പ്രവൃത്തിക്കാരെ നിയമിക്കും. അതായി കോവിഡ് ശവം അടക്കാൻ വേണ്ടി ആൾക്കാരെ കൊണ്ടുവന്നു. തിരുവനന്തപുരത്തും കന്യാകുമാരിയിലും നാഗർകോവിലും മരുത്തോമലയും മരിച്ച ഒരു ബോഡി പോലും കൊല്ലങ്കോട് തന്നില്ല. 6 പേര് 108 ആംബുലൻസിൽ കൊണ്ടുവന്ന് എവിടോ ശവക്കോട്ടയിൽ കുറേ എണ്ണത്തിനെ കത്തിച്ച് നിത്യപ്രവർത്തിക്കാർ, ശവമടക്കുന്ന ജോലിക്കാർ, അവരെ ഇംഗ്ലീഷിൽ വി ആർ ടെല്ലിങ് പ്രൊനൗൺസ് ഇറ്റ് ഇംഗ്ലീഷ് ബറിയേഴ്സ്, ഡെയിലി വേജസുകാർ. എത്ര ക്ലിയറാ ഇതൊക്കെ ബൈബിൾ. നിത്യപ്രവർത്തിക്കാരെ എഴുന്നേൽപ്പിക്കും. അടുത്തത് 7 മാസം കഴിഞ്ഞ ശേഷം ഇന്ന് രാത്രി നിങ്ങളുടെ എല്ലാം അരുമയാന മൊബൈലിലിരിക്കുന്നത് ഒന്ന് ടൈപ്പ് ചെയ്യണം ഗൂഗിളിനകത്ത്. റഷ്യ ഉക്രൈൻ വാർ അറ്റ് റഷ്യ ഉക്രൈൻ ഡെഡ് ബോഡി ഓൺ സെമിത്തേരി ഒന്ന് അടിച്ചാൽ മതി. വഴി നീളം കിടപ്പുണ്ട്, കിടങ്ങിനകത്തുകൊണ്ട് തട്ടുക. 7 മാസം കഴിഞ്ഞിട്ട് ആരും ഇതിനെ തൊടത്തില്ല. അത് ആറ്റമിക് റേഡിയേഷൻ. 7 മാസം കഴിഞ്ഞിട്ട് അവർ പരിശോധന കഴിക്കും. അടക്കം ചെയ്യുന്നവർ വായിച്ചാട്ട് മോനെ. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ. ഈ ആറ്റം പൊട്ടിയ മനുഷ്യന്റെ ശരീരം ആരും തൊടത്തില്ല. കോവിഡ് വന്ന അപ്പച്ചൻ്റെ ശരീരം മക്കൾ ആരെങ്കിലും തൊട്ടോ? കര ഉയരുന്നില്ലല്ലോ. നമ്മൾ 4 മാസ്കുമായിട്ട് അത് ദൂരെ കൂടെ പോയത് ഒന്നല്ല. സ്വോത്രം. വിശ്വാസി 2, പാസ്റ്റർമാർ 4. സ്വോത്രം. സർദാക്കന്മാർ മുഖം മറച്ചോല്ല ഞങ്ങൾ പോയത് കൈ കൊടുക്കാതെ. സ്വോത്രം. എവിടെയെങ്കിലും ഒന്ന് അടിച്ചാൽ കാര്യം പോയി കിട്ടും. സ്വോത്രം. അങ്ങനെയെങ്കിൽ കോവിഡ് മരിച്ച അപ്പച്ചൻ്റെ ശവശരീരം പോയിട്ട് കാലേ പോലും എൻ്റെ പപ്പായ എനിക്ക് വെള്ളം തന്നെന്ന് ഒരെണ്ണവും തൊട്ടില്ല. ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യൻ്റെ ശരീരം കടന്നാൽ അതിനകത്തുനിന്ന് റേഡിയേഷൻ ഉണ്ടാവും. 11 kV ഇലക്ട്രിക് ലൈന് പിടിച്ചവനെ പുറകെ പിടിക്കുന്നവൻ അടിക്കുന്നവന് അപ്പച്ചൻ മരിച്ചാൽ ശരീരത്ത് കയറിയ ആറ്റത്തിൻ്റെ റേഡിയേഷൻ വീണ്ടും കയറും. അതുകൊണ്ട് ആരും തൊടത്തില്ല. അടയാളം വെക്കും. കാർ കേടായാൽ പാറശാല കിടക്കുന്നവർ അവിടെ കിടക്കും. ദേശത്ത് ചുറ്റി സഞ്ചരിക്കുന്നവർ വായിച്ചാട്ട് മോനെ. സഞ്ചരിക്കുമ്പോൾ അവരിൽ ഒരുവൻ ഒരു മനുഷ്യാസ്ഥി കണ്ടാൽ അതിനരികെ ഒരു അടയാളം വയ്ക്കും. ആറ്റമായുധം പൊട്ടിയ മനുഷ്യന്റെ അസ്ഥി വഴി കിടക്കും. അതിന്റെ അരികെ അടയാളം വെക്കും. അടുത്തത് അടക്കം ചെയ്യുന്നവർ. അത് ഹാമോൻ ഗോഗ് താഴ്വരയിൽ ഇസ്രായേലിനോടുള്ള ബന്ധത്തെ പാറശാലക്കാരുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലങ്കോട് തൊട്ടടുത്ത് മീക്കായൽ തോപ്പ്, പുത്തൻ തോപ്പ്, കോളനി, കൊല്ലങ്കോട് അല്ലെ പഴവഞ്ചാല് കടലിൻ്റെ അവിടെ കൊണ്ടുവന്ന് താക്കുമെന്ന്. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. സ്വോത്രം. ഒരു കാര്യം കൂടെ, തമിഴ് മക്കൾ, തമിഴ് ഈഴം നേതാവ് വേലുപ്പുള്ള പ്രഭാകരൻ, അങ്ങനെ ഒരാളെ കേട്ടിട്ടുണ്ടോ? എവിടെ കേൾക്കാനോ? സ്വോത്രം. അദ്ദേഹത്തെ തട്ടി എവിടെ എന്നറിയാമോ? ശ്രീലങ്കയെ വെച്ച തട്ടിയ സ്ഥലം ബട്ടിക്കോലോവയ. ആരാ കൊന്നത്? പിന്നെ ശ്രീലങ്കൻ പട്ടാളം പ്രഭാകരനെ മോനെയും കൊന്നു. ക്ലസ്റ്റർ ബോംബ്. ശരീരം പൊട്ടിത്തെറിച്ചു. പക്ഷെ അവരൊരു കാര്യം ചെയ്തു. ഒരു ചാനലും കാണിച്ചില്ല, BBC മാത്രം കാണിച്ചു. അതിനകത്തൊരു ടാർപ്പ മൂടി. 6 മാസത്തേക്ക് അതുവഴി വന്നില്ല. ഗോഡൌണി സിമെൻ്റ് ഇരിക്കുന്നവർ അവിടെ ഇരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ പൊക്ലൈനർ വന്നു. അദ്ദേഹത്തിൻ്റെ അസ്ഥികളാണ് കിട്ടിയ വേലുപ്പിള്ള പ്രഭാകരൻ്റെ മകൻ്റെ. അതെവിടെ കൊണ്ടുവന്നു? ജാഫ്നയിലെ കടലിടുക്കിലാണ് കൊണ്ടുപോയത്. കടൽ വെള്ളത്തിൻ്റെ അവിടെ കുത്തി റേഡിയേഷൻ ഏക്കാതിരിപ്പാൻ. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ആറ്റമായുധം പൊട്ടിയാൽ മനുഷ്യൻ്റെ ശവശരീരം അസ്ഥിയും വഴിയരികെ കിടക്കും. വീട്ടുകാർ വരത്തില്ല, നാട്ടുകാർ വരത്തില്ല. ഇന്ന് രാത്രി വെട്ടുവിള പെന്തക്കോസ് ചർച്ചിനോട് പറയുന്നു, ഈട്ടിപ്പെട്ടി കയറ്റത്തില്ല, നാട് ചുറ്റത്തില്ല, നഗരം ചുറ്റത്തില്ല, ശ്വാസപ്പീടത്തില്ല, ഇരുത്തി അടക്കത്തില്ല, പാസ്റ്റർ വരത്തില്ല, അച്ഛൻ വരത്തില്ല, പരിപ്പ് വട കിട്ടത്തില്ല, ചായ കിട്ടത്തില്ല. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയ മനുഷ്യൻ്റെ ശവശരീരം 3-ാം ലോകമഹായുദ്ധത്തിൽ പൊട്ടിത്തെറിച്ച് വഴിയരികത്ത് കിടക്കുന്നവരെ കാഴ്ചവരോ? വരാനിരിക്കുന്ന ഈ 3-ാം ലോകമഹായുദ്ധത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? ഇന്ന് രാത്രി വെട്ടുവിളി. ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം. കരമുയർത്തുന്നവർക്ക് ഇതാകുന്നു രക്ഷാദിവസം. മറ്റൊരുത്തനിലും ഇനി രക്ഷയില്ല മക്കളെ. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴ് ഭൂമിക്ക് മകളിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിൻ്റെ നാമം. തീർന്നില്ല. അടുത്ത സഹോദരങ്ങളെ, ഈ ആറ്റം പൊട്ടിയാൽ ഇതൊക്കെ കേൾക്കണം. കൊല്ലങ്കോടോ പാറശാലയെ പോലൊന്നും ഇതൊന്നും പറയത്തില്ല. ആറ്റം പൊട്ടിയാൽ, കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ അന്നത്തെ മനുഷ്യൻ്റെ അവസ്ഥ വായിക്കാം. സെക്കരിയ പ്രവചനം 14:12. എല്ലാവരും ബൈബിൾ തുറന്നാട്ടെ. സെക്കരിയ ദീർഘദർശിൻ കടിതം ചാപ്റ്റർ 14 വേഴ്സ് 12, അധികാരം 14 വചനം 12. വായിച്ച് സഹായിക്കാം. സെക്കരിയ 14:12 വായിച്ചിട്ട് മോനെ.
സക്കറിയ പ്രവചനം 14:12 ആറ്റം പൊട്ടിയാൽ യെരൂശലേമിനോട് യുദ്ധം ചെയ്യുവാൻ യെരൂശലേമിനോട് യുദ്ധം ചെയ്ത അത് സകല ജാതികളെയും പാറശാലയിലും യുദ്ധം വരും. മൂന്നാം ലോകമകയത്തെ ലോകം മൊത്തം അങ്ങ് അടിച്ചുകൊണ്ടിരിക്കും. അത് സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷയാവിത്. യഹോവ ശിക്ഷിപ്പാനുള്ള ശിക്ഷ. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകി പോകും. അതിന്റെ പേര് ന്യൂറൽ ഇൻഫെക്ഷൻ. ശാമുൽ പാഷ മാറ്റരുത്. എല്ലാവരും കേൾക്കണം, ഒരു നിമിഷം എല്ലാവരും കേൾക്കണം. നാളെ നിങ്ങൾക്ക് യോഗമില്ല. കഴിഞ്ഞ 310 ദിവസമായിട്ട് ഇസ്രയേൽ പലസ്തീനുമായിട്ട് അടിച്ചുകൊണ്ടിരിക്കാം. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ 2 പ്രാവശ്യം സൗദി കൂടി. ബെഞ്ചമിൻ നെതന്യാഹു പറയും ഞങ്ങളുടെ ഒരു സാധനം ഇരിപ്പുണ്ട്, അതിൻ്റെ പേര് വൈറ്റ് ഫോസ്ഫറസ്. അത് കുടഞ്ഞാൽ നാട്ടുകാരോട് ഞാൻ പറയാം, നട്ടല് പഴുക്കാൻ തുടങ്ങും, പിന്നെ അവർ തല നോക്കത്തില്ല. ഇസ്രയേലുമായിട്ട് അടി ഹമാസ് തുടങ്ങിയപ്പോൾ UN സെക്രട്ടറി ഇന്നത്തെ അന്തോണീസ് കുട്രാസ് നെതന്യാഹുവിനോട് പറയാം, സാറേ അത് കുടയരുത്. അതുകൊണ്ടാണ് ഇസ്രയേൽ ഇന്ന് ലോകരാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തി നിർത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, അന്തിമ ദിനത്തിൽ വൈറ്റ് ഫോസ്ഫറസ് കുടഞ്ഞാൽ, ന്യൂറൽ ഇൻഫെക്ഷൻ, നട്ടല് പഴുക്ക്, അവർ നിവർന്നു നിൽക്കുമ്പോൾ ശരീരം ചീഞ്ഞഴുകും. ഇവിടെ നിൽക്കണോ പോണോ? ആരോ ഉയരുന്നില്ലല്ലോ. ഇതൊക്കെ മനസ്സിലാക്കണം. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ, മുന്നാടി തമിഴ്നാട്ടിൽ അരുമயான ஊழியக்கார், കന്യാകുമാരി, നാഗർകോവിൽ മാവട്ടം, തിരുനെൽവേലി, ഇങ്ങ നാൾക്കളിലെല്ലാം അന്ത്യകാല ചെയ്തികൾ കൊടുക്കുന്ന അനവധി ഊഴിയക്കാർ ഇരിക്കാറുണ്ട്. ഞാൻ ഈ മേൽപ്പാല, അരുമന, പനങ്കാല അവിടെ എല്ലാം വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിക്കുമ്പോൾ പാവപ്പെട്ട അപ്പച്ചന്മാരാന്ന് പറയും, അയ്യാ ഒന്നുമേ കേൾക്കൂടാതെ ഉലകത്തെ മുഴുവൻ കടസിക്കാല ചെയ്തികൾ നമ്മ അപ്പ വരാറായി. സ്വോത്രം. അതിൻ്റെ ഇടയ്ക്കല്ലേ പിന്നെ അവിടെ എല്ലാം കൂടെ നമ്മുടെ അവിയൽ പാർട്ടികളെല്ലാം ഇവിടെ കയറിയത്. സ്വോത്രം. മാനസാന്തരപ്പെട്ടോണം. സ്വോത്രം. ഒന്ന്, ശരീരത്തിൻ്റെ നട്ടൽ കുനിയും. അടുത്തത് കണ്ണ്. വായിച്ചാട്ട് മക്കളെ, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകി പോകും. ആറ്റം പൊട്ടിയാൽ, ഗ്രനേഡ് പൊട്ടിയാൽ, എല്ലാവരും കേൾക്കണം. 2ാം ലോകമഹായുദ്ധം അരുമயான ചെയ്തികൾ. അന്ന് ഹിരോഷിമ, നാഗസാക്കി, ഓഗസ്റ്റ് 6-8 2 ബോംബിട്ടു. ആരുടെ വിമാനം? അമേരിക്കയുടെ എനാഗുള ബോക്സ് കാർ. ഈ രാവിലെ സ്കൂളിൽ പോയ കുളന്തകൾ, ഇതായിരിക്കുന്ന ചിന്നു, ചിക്കു, ഇതായിരിക്കുന്ന കൊച്ചുമോള് മിന്നു, ഇവരെ പോലെയുള്ള രാവിലെ സ്കൂളിൽ പോയപ്പോഴാണ് ബോംബ് വീണത്. കുഞ്ഞുങ്ങൾ വിചാരിച്ച് എന്താ മഴവില്ല് വരുവാന്ന്. അവരെ ചോറ്റുപാത്രം എടുത്ത് കളഞ്ഞു. ബോംബ് വീണപ്പോൾ കയ്യിലെ കുടയും വടിയെടുത്ത് കൊച്ചു കുഞ്ഞുങ്ങൾ കുളത്തിലും കടലിലും ചാടി. അന്നത്തെ ജപ്പാൻ്റെ ചരിത്രം എന്താണെന്നറിയോ? 400 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വെള്ളം തിളച്ചു. നമ്മൾ കൊല്ലംകോട് കടലിൽ ചാടിയോളെ കുഞ്ഞുങ്ങളുടെ കണ്ണ് തടത്തിൽ ഉരുകി അങ്ങ് ഇറങ്ങി കടലിനകത്ത്. അതുകൊണ്ടാണ് ഇവിടെ സ്കൂളിൽ ഹിരോഷിമ, നാഗസാക്കി ദിനം പ്രാവിനെ പറപ്പിക്കും. വേണ്ട വേണ്ട, യുദ്ധം വേണ്ട. കണ്ടോ? അങ്ങനെയെങ്കിൽ 18,000 ആറ്റം വീണാൽ, ഇവിടുത്തെ ചൂട് കൂടിയാൽ, നിങ്ങൾ ആരും പ്രതീക്ഷിക്കാതെ കൊല്ലംകോട് കടലിൽ ചാടിയാൽ തണുപ്പാന്ന് വിചാരിക്കും. പുഴയെ ചാടിയാലും തണുപ്പാ. പക്ഷെ അതല്ല മക്കള്, ചൂട് കൊണ്ട് കണ്ണ് തടത്തിൽ തന്നെ ഉരുകി അങ്ങ് ഇറങ്ങും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ. അടുത്തത് വായിക്കാം. നാവ്. വായിച്ചാട്ടെ. അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകി പോകും. അയ്യോ, നാക്ക് ചീഞ്ഞഴുകും. നിങ്ങൾക്ക് പറ്റിയ സ്ഥലം ഇവിടെ നല്ല മീൻ കിട്ടുന്ന സ്ഥലമാണ്. കൊല്ലംകോട്, ഊരമ്പ്, മീക്കായൽ തോപ്പ്, പൂവാറ്. ഇടയ്ക്ക് ഇവിടെ ട്രോളിങ് വന്നു. ആ സമയത്ത് തൂത്തുക്കുടിയിൽ നിന്ന് പെട്ടിക്ക് മീൻ ഊരമ്പി കൊണ്ടുവന്നു. നമ്മുടെ പാസ്റ്റർ തന്നെ പിടിക്കാം. പാസ്റ്റർ എന്ന് നല്ല പച്ചമീൻ കൊടുത്തിട്ട്, അമ്മാമ നല്ല കറി വെച്ച്, ഏതാ 4 ദിവസമായിട്ട് ഐസിട്ട മീൻ. സ്വോത്രം. അപ്പം പാസ്റ്റർ നാവിനകത്ത് ഒരു ചൊറിച്ചിലും നാവിൽ നിന്ന് വെള്ളവും വരുന്നു. കര ഉയരുന്നില്ലല്ലോ. മീൻ കറി വെച്ച് അമ്മമാർക്കും അറിയത്തില്ല. സ്വോത്രം. കണ്ടില്ലേ? അന്നേരം ആ ഭർത്താവ് പറയുന്നത്, എൻ്റെ അച്ചായൻ പറയുന്നത് കേട്ടിട്ടില്ലോ, ഇതെനിക്ക് വേണ്ടത് ഞങ്ങൾ മാറ്റിയേരെ. സ്വോത്രം. അത് കഴിക്കുമ്പോഴേ നാക്കിനകത്ത് ചൊറിച്ചിലും വരും, നാവിൽ നിന്ന് വെള്ളവും വരും. അതെന്താ? ഫോർമാലിനടിച്ച മീനാ. സ്വോത്രം. പൂവാറിലെയും ഊരമ്പിലെ മീൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് നല്ല മുളവും പൊനമ്പിളയും ഇട്ട് അച്ചാൻ 4 കഷ്ണം ഒറ്റ കഴിച്ചിട്ട് ഹല്ലേലൂയ പറയും. സ്വോത്രം. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ 2, ഇവിടെ ഈ മാർത്താണ്ഡത്ത് നിന്ന് അങ്ങോട്ട് വന്നൊരു സ്ഥലത്ത് തോവാളയുണ്ട്. കേൾക്കണം, നിങ്ങൾക്കറിയത്തില്ല. തോവാളയിൽ മാങ്ങ പറിച്ച് കൂട്ടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. സ്വോത്രം. കൺവെൻഷൻ പോയപ്പോൾ ഞാൻ അവിടുത്തെ ഊഴിയക്കാരനോട് ചോദിച്ചു, മാങ്ങ എங்கே പോയത്? അത് മാർക്കറ്റിൽ പോയത്. ഞങ്ങൾ ഉപദേശിമാർ വൈകിട്ട് കൺവെൻഷൻ പ്രസംഗിക്കാൻ വരുമ്പോൾ ശരീരമൊക്കെ വിയർക്കാതിരിക്കാൻ നിവി അടിക്കുന്ന പോലെ ഞാൻ നോക്കിയപ്പോൾ രാത്രി പായ്ക്കകത്ത് നിരത്തിയിട്ടേക്കുന്ന മാങ്ങ ഒറ്റയടി, അരുമயான മാങ്ങ. സ്വോത്രം. രാവിലെ നോക്കിയപ്പോൾ എല്ലാം പഴുത്തിരിക്കുന്നു. സ്വോത്രം. കളിക്കാവിള മാർക്കറ്റ് വരും. ഇത് കോട്ടൂക്കോണം, ഇത് മൈസൂർ, ഇത് മൽഗോവ. സ്വോത്രം. തലേന്ന് പറിച്ച മാങ്ങ. ഇവിടെ മാർത്താണ്ഡത്തിനപ്പുറം തോവാളെ മരുന്നടിക്കുന്നത്. പച്ചയ്ക്ക് ഞാൻ പറയുമോ?
അത് മരുന്നടിച്ച് പിറ്റേന്ന് മാങ്ങ പഴുക്കുമെങ്കിൽ ആകാശത്തിൽ നിന്ന് ആറ്റമായുധം പൊട്ടിയാൽ അതിൻ്റെ കണിക വായ്ക്കകത്തെത്തിയാൽ നിങ്ങളുടെ നാക്ക് പഴുത്തു പൊഴുത്തു പോകും. അതിന് മെഡിക്കൽ സയൻസ് വിളിക്കുന്ന പേര് ടങ് ഇൻഫെക്ഷൻ. തൊണ്ട വരെ കത്തിപ്പഴുക്കും. ഇന്ന് രാത്രി ഈ കഷ്ടത്തിൽ നിൽക്കണോ? യേശുവിൻ്റെ വരവിൽ പോണോ? സഹിഷ്ണുതയോട് എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂതലത്തിലെങ്ങും വരുവാനിരിക്കുന്ന പരീക്ഷാകാലത്ത് ഞാനും നിന്നെ കാക്കും. ഇതോ ഞാൻ വേഗം വരുന്നു, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്കുള്ളതിനെ മുറുകെ പിടിച്ചുകൊള്ളുക. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ ആറ്റമായുധം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഇനി 3 വാക്ക് കൂടെ പറയാൻ നിർത്താം, ഇടവേളയിലേക്ക് വന്നു. അതിൻ്റെ അർത്ഥം എടുത്തത് ഈ ആറ്റം പൊട്ടിച്ച മണലെവിടെ? കുഞ്ഞുങ്ങളെല്ലാം കേൾക്കണം, ഇതാ സയൻസ്. ആറ്റം പൊട്ടിച്ച് 7 മരുഭൂമി. ലൈവ് ജാസ്പറിൻ്റെയോ അല്ലെ റെഡ് വിയോ പിന്നെ എടുത്തു വേണം. അതിനകത്ത് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നോട്ട് എഴുതാം. എന്താ? 7 മരുഭൂമിയിൽ ആറ്റം പൊട്ടിക്കുന്നു. 1 അമേരിക്കയിലെ നൊവേദ, 2 ഇസ്രായേലിലെ സീനായ്, 3 ഇറാനിലെ കാഗർ, 4 ചൈനയിലെ ബോബി, 5 പാകിസ്ഥാനിലെ കാരൻ, 6 റഷ്യയിലെ താഷ്കൻഡ്, 7 ഇന്ത്യയിലെ ടാർ മരുഭൂമി. ഇത്രയിടത്ത് ആറ്റം പൊട്ടിക്കുന്നു. ബൈബിള് സയൻസും ആറ്റം പൊട്ടിച്ച മണലെവിടെ? നാട്ടുകാരെല്ലാം വിഷമിക്കുന്നു. നമ്മുടെ ഈ പണ്ട് പടക്കവും ചിരട്ടയും പൊട്ടിക്കുമ്പോൾ മേളിൽ പോയി പടക്കം പൊട്ടും ചിരട്ട താഴെ വീഴും. ആറ്റം മരുഭൂമിയിൽ പൊട്ടിക്കുമ്പോൾ 2000 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ മണൽ പഴുക്കും ആറ്റത്തിൻ്റെ കൂടെ. ഇത് ഈ ആറ്റത്തിലൂടെ പൊട്ടുന്ന ആറ്റത്തിലൂടെ അന്തരീക്ഷത്തിലോട്ട് കയറുക. ആ മണലെവിടെ? ശാസ്ത്രലോകം ഞെട്ടുന്നു. ഒരന്ത്യകാലത്തിലേക്ക് വരാൻ പോവുക. അതാ ലോകം. ഏറ്റവും നിർണായകമായൊരു സംഭവം ഇവിടെ വരും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടുപോയാൽ കുഞ്ഞുങ്ങളിത് കറക്റ്റായിട്ട് കൊടുക്കണം. ആസിഡ് മഴ പെയ്യിക്കുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ വരാൻ പോകുന്നു. അസിഡിക് റൈൻ, റൈഡോൺ റൈൻ. ഇനിയാ എൻ്റെ സയൻസ്. ആകാശത്തിൻ്റെ 1ാമത്തെ തട്ടിൻ്റെ പേരാ സ്ട്രാറ്റോസ്ഫിയർ. ലോത്തിൻ്റെ കാലം കേട്ട എത്ര പേരുണ്ട്? ലോത്തിൻ്റെ കാലം ആ കരമുയർത്തിയായിട്ട് ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും ഇറങ്ങിയത്. ആ വാക്ക് വായിച്ച ആരെങ്കിലും? ദൈവദാസിമാർ ഇവിടെ ഞാൻ പ്രസംഗിച്ചത് ഓൺലൈനിൽ കിടപ്പുണ്ട്. തീയും ഗന്ധകവും ഇറങ്ങി. അപ്പോൾ ആകാശത്തിൻ്റെ 1ാമത്തെ തട്ടില സൾഫറും ഫോസ്ഫറസും ഉള്ളത്. ബൈബിളും സയൻസും ഇപ്പം വായിച്ചു തരും. അപ്പോൾ അവിടെ ഈ മണലൂടെ കയറി. അതിന് വിളിക്കുന്ന പേരാ റൈഡോൺ. ദ കോമ്പിനേഷൻ ഓഫ് സാൻഡ്, സൾഫർ, then phosphorus is equal to radon. കേട്ടോ? സ്വോത്രം. വരാൻ പോകുന്നു രക്തമഴ, അസിഡിക് റൈൻ. നമ്പർ 1 മണൽ, നമ്പർ 2 സൾഫർ, നമ്പർ 3 ഫോസ്ഫറസ്. ഇതുകൂടെ ആകാശത്തിൽ കിടപ്പുണ്ട്. ഇത് മിക്സായി കഴിഞ്ഞാൽ താഴോട്ട് ഇത് പതിച്ചാൽ നിങ്ങളുടെ കിണറ്റിനകത്ത് വരാൻ പോകുന്ന രക്തവെള്ളമാ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കടലിൽ വരാൻ പോകുന്ന രക്തവെള്ളമാ. നിങ്ങളുടെ കൊല്ലങ്കോട് പിന്നെ നദിയിൽ വരാൻ പോകുന്ന രക്തവെള്ളമാ. അങ്ങനെ ഒരു സംഭവം വരാൻ പോകുന്നു. ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു അന്തരീക്ഷത്തിൽ. സജുജാത്തന്നൂരല്ല, ISRO ദാ കാണിക്കുന്നു. ആസിഡ് മഴ പെയ്യുന്ന രാസവസ്തു ഇന്ത്യൻ അന്തരീക്ഷത്തിൽ. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ, ഇടവേളയിലേക്ക് പോവാ, ആസിഡ് മഴ ഇവിടെ പെയ്യുമോ? വായിക്കാം. വെളിപ്പാട് പുസ്തകം 16-ാം അധ്യായം 4-ാമത്തെ വാക്യം വരുന്നു. ആസിഡിക് റൈൻ. 3-ാമത്തെ ദൂതൻ തന്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു. തന്റെ കലശം നദികളിലും നീരുറവുകളിലും ഒഴിച്ചു. അടുത്തത് അവ രക്തമായി തീർന്നു. കരമുയർത്തുന്നവർക്കായി സ്വോത്രം. ആകാശത്തിൽ നിന്ന് റൈഡോൺ വീണാൽ നദിയിൽ രക്തം, പുഴയിൽ രക്തം, കിണറ്റിൽ രക്തം. മക്കളെ, ഈ ഒരു സന്ദേശം നിങ്ങൾ കേൾക്കണം. ഇനി അടുത്ത ചങ്കവിള അടയ്ക്കാമൊക്കെ വരും. ഇത് പ്രസംഗിക്കത്തില്ല, അതുകൊണ്ടാണ് പറഞ്ഞു. ഇവിടെ അനവധി ദൈവദാസന്മാരിപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എസക്കേലും ദാനിയേലും പ്രസംഗിച്ചു, ഇരമ്യാവൊക്കെയാണ് പ്രസംഗിച്ചു ECM. ഇനി നിങ്ങൾ വിചാരിക്കും അടുത്ത ആഴ്ച ഇത് നോട്ട് എഴുതാമെന്ന്. പ്രസംഗിക്കത്തില്ല, വേറെ പ്രസംഗിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി കേട്ടോണം. റൈഡോൺ, സൾഫർ സാൻഡ് ആൻഡ് ഫോസ്ഫറസ് കോമ്പിനേഷൻ. അത് കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടാൽ സമുദ്രത്തിൽ നീരുറവുകളിലും വീടും. അത് രക്തമാകും. ഇന്ന് രാത്രി മാനസാന്തരപ്പെട്ടോണം. നിങ്ങളുടെ കിണറ്റുക്കുള്ള തണ്ണിയെ തരുവത്? താഴെ മഴ പെയ്യുന്ന തണ്ണി കീഴെ പോയി ഫിൽട്രേറ്റ് ചെയ്തതാ നിങ്ങളുടെ കിണറ്റിലെ വെള്ളം. ഇങ്ക പൈപ്പ് ലൈൻ ഇരിക്കുന്നത് അത് നദിയിലെ വെള്ളം, കൊല്ലങ്കോട് സമുദ്രത്തിലെ വെള്ളം, അതെല്ലാം അന്തരീക്ഷത്തിലെ വെള്ളം. അങ്ങനെയെങ്കിൽ കർത്തൻ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ എല്ലാവരുമേ അരുമயான செய்தியை கேட்டிருக்குது. ஒரு தாய் உங்க ஐயாய்க்கு காலையிலே கட்டன் காப்பியோ டிவியோ போகாൻ കിണറ്റുക്കുള്ള തണ്ണി എടുത്താൽ അത് വന്ന് രക്തവെള്ളം. തീർന്നില്ല.
7:30 മണിക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകാൻ അന്ത ലൈൻ വാട്ടർ ലൈനിൽ കൂടെ വരും. അത് തുറക്കും, അതും രക്തവെള്ളം. അപ്പോൾ വിചാരിക്കും ഞങ്ങൾ എങ്ക പക്കത്തെ സമുദ്രം ഇരിക്കുന്നത്, നദി ഇരിക്കുന്നത്, ഞങ്ങൾ അങ്ങ പോകാം. അവിടെ ചെല്ലും തുണി അലക്കാൻ വരുന്നത് രക്തവെള്ളം. കർത്തർ വരവിൽ ഇങ്ക കൊല്ലങ്കോട് ഊരമ്പ് വെട്ടുവിള കൈവിടപ്പെട്ടു പോയാൽ അടുപ്പുക്കുള്ള തീ ഇടുവത് രക്തവെള്ളം. അതുക്ക് മേൽ ഉൻ കുളന്തകളുടെ മേൽ സ്കൂളിലേക്ക് കോളേജിലേക്ക് പോകുമ്പോൾ വാട്ടർ ടാപ്പിൽ നിന്ന് വരുന്നത് രക്തവെള്ളം. വരാൻ പോകുന്ന ജലദുരന്തം തീർന്നില്ല. ഉങ്ക ശരീരത്തിലിടുന്ന അരുമயான ட்ரெஸ்ஸுக்கு அது கிளியர் கட் பண்ணக்கிறதுக்காக, அது வாஷ் பண்ணக்காது எங்கேயோ സമുദ്രത്തിലോ പുഴയിലോ പോയാൽ അവിടെയും രക്തവെള്ളം. എന്നാൽ ഇന്ന് രാത്രി പറയണം, ആ രക്തവെള്ളം ഞങ്ങളുടെ അടുപ്പുള്ള ടീ പോടുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം ഞങ്ങൾ കുളന്തയിലെ തലമേൽ വീഴുന്നതിന് മുമ്പ്, ആ രക്തവെള്ളം ഞങ്ങളുടെ ഡ്രസ്സിൽ വീഴുന്നതിന് മുമ്പ് മറ്റൊരു രക്തം മധ്യാകാശത്തിൽ വെളിപ്പെടും. കരമുയർത്തുന്നവർക്ക് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവരിയുടെ കൊലക്കളത്തിൽ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടെങ്കിൽ ഏലി ഏലി ലമ്മാ ശബത്താനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന് വാശാൻ കൂറ്റന്മാർ എന്നെ വളഞ്ഞു. നായ്ക്കൾ എനിക്ക് ചുറ്റും ഓലിയിട്ടു. എൻ്റെ അങ്കിക്കായി അവർ ചീട്ടിടുന്നു. എനിക്ക് കുടിപ്പാൻ കയ്പ് കാടിയും കണ്ടിവെണ്ണയും തന്നു. എൻ്റെ മുഖരോമങ്ങൾ പിച്ചു ചീന്തി പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ചു. സകലതും നിവർത്തിയായി കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നിന്ന് നീക്കിക്കൊള്ളണം. ഒരു സൈന്യാധിപൻ ഒരു കുന്തമെടുത്ത് എൻ്റെ നാഥൻ്റെ ചങ്കിനകത്ത് കുത്തി. ഇന്ന് ശമുൽ പാസ് പാടിയത് അവൻ്റെ ചങ്ക് തകർന്നു. ബൈബിള് സയൻസ് 5.5 ലിറ്റർ രക്തവും വെള്ളവും ഒഴുകി. ഇന്ന് രാത്രി ഇവിടെ ആകാശത്തിൽ നിന്ന് രക്തപട പെയ്യുന്നതിന് അവൻ്റെ ചങ്കിലെ ചോരയാൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാം. യേശു വരാറായി. കരമുയർത്തുന്നവർക്ക് സഹിഷ്ണുതയുടെ എൻ്റെ വചനം നീ കാത്തുകൊണ്ടതിന് ഭൂതലത്തിൽ അങ്ങ് വരുവാനിരിക്കുന്ന പരീക്ഷ കാലത്ത് ഞാൻ നിന്നെ കാക്ക്. ഇതാ ഞാൻ വേഗം വരുന്നു. നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാ. ഇന്ന് രാത്രി നിനക്കുള്ളതിന് മുറുകെ പിടിച്ചുകൊള്ളുക. ആത്മാവ് സഭകൾക്കിട്ട് പേசுகிறது. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇന്ന് രാത്രി ജയിക്കുന്നവനെ ആലയത്തിന്റെ നടുത്തൂണായി മാറ്റാൻ യേശു വരാറായി. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. നാളെ യോഗമില്ല. இந்த ஒலிப்பக்கத்தில் இருக்கிற தாயே தகர்ப்பரே தம்பி தங்கச்சி, இந்த நாட்களிலே உலகத்தின் முடிவு வருவது. உங்கள் பத்திரிகை டெலிவிஷன் காத்திருக்கிறது. கடைசி கால செய்திகள் வருது. വരാൻ പോകുന്നു. തണ്ണിക്ക് പ്രശ്നം, ജല ദുരന്തം, വെള്ളം കിട്ടാത്തൊരു കാലം വരാറായി. അടുത്ത വാക്കൂടെ പറയുമ്പോൾ ഇന്ന് രാത്രി അവസാനിക്കും. ഇന്ന് രാത്രി ആ വെള്ളം കിണറ്റിക്കുള്ള, ആ വെള്ളം പൈപ്പുക്കുള്ള, ആ വെള്ളം സമുദ്രത്തിക്കുള്ള, ആ വെള്ളം രക്തവെള്ളം അത് വരുന്നതിന് മുമ്പ് കൽവാറി സിൽവയിൽ ആട്ടിൻകുട്ടിയിൽ രക്തത്താൽ കഴുകലേ പ്രാപിച്ച ദേവപിള്ളകൾ മഹിമയുടെ കാകളത്തെങ്കിൽ എടുക്കപ്പെടും. കരമുയർത്തുന്നവർക്കായി ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ വീണ്ടെടുപ്പെടുത്തിരിക്കുന്നത് കൊണ്ട് നിവർന്ന് തലകളെ ഉയർത്തുവിൻ. വി ആർ ഗോയിങ് എ ഷോർട്ട് ബ്രേക്ക്.